നല്ല മൂവിംഗ് ആണ് കേട്ടോ. ട്രെൻഡ് മാത്രമല്ല ഇത് ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടാണ് നല്ല സ്റ്റൈലും മുന്നണി കരുവ ദേ പോയി ഇതാ വന്നു പറഞ്ഞിട്ടുള്ള ഫേസ് സിൽക്ക് ടിഷ്യൂ സിൽക്ക് ലിനലിൽ ഇങ്ങനെ ബോർഡറിൽ വർക്ക് വരുന്നത് കേട്ടോ. അതിൽ കുറെ കളേഴ്സ് ഉണ്ട്. ബ്രാൻഡാണ് ഇത്, പൊടിമോളാണ്. ഇവർ ഓൺ പ്രൊഡക്ഷൻ ചെയ്യുന്നത് കൊണ്ട് വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്രയും തിരക്ക്. ഷോളും വരുന്നുണ്ടെങ്കിൽ 3 പീസ് ആട്ടോ. ഈ ഒരു ടൈപ്പ് ഷർട്ടാണെന്ന് തോന്നുന്നു നീ ഇട്ടിരിക്കുന്നത്. നല്ല പൂക്കളായിട്ടുള്ളത് മൽക്കോട്ടനില് സൂപ്പർ. അത്രയും അധികം തിരക്ക്, അത്രയും അധികം കളക്ഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ബില്ലിംഗ് കൗണ്ടർ വെച്ചിരിക്കുന്നത്. ഒരു 5-6 മണിക്കൂറൊക്കെ കോഴിക്കോട് മാർക്കറ്റിലേക്ക് വേണ്ടി ഇരുന്നുണ്ട്. തലയ്ക്ക് അത് വെച്ചിട്ടുണ്ട്. റോസ് സിൽക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി മുന്തിയ സാധനം കേട്ടോ. നിങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ് അങ്ങോട്ട് ഉണ്ട്, പ്രാർത്ഥന ഉണ്ട്. ജൂട്ടിന്റെ ഒരു ലോ ഐറ്റംസ്, കഫ്താൻ നൈറ്റി ഉണ്ട്, ഫ്രോക്ക് നൈറ്റി ഉണ്ട്. സിൽക്കിൽ നല്ല വീതിയുള്ള ബോർഡേഴ്സ്. ഇതും ഡ്രസ് കോഡ് പോലെ ചെയ്യണോ? കളക്ഷൻസ് ഉണ്ട്, നല്ല കളക്ഷൻസ് ഉണ്ട്. റേറ്റും സാധാരണ നല്ല റേറ്റ് ആണ്. ജീൻസിന്റെ മാത്രം ഒരു ഗോഡൌണാണ് കാണുന്നത്. ബ്ലാക്കിൽ ലീനല്ലേ സൂപ്പർ ഐറ്റം, അടിപൊളി. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാ ഹൈവേ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതേ വന്നു അതേപോലത്തെ ഒരു റോഡ് ആക്കിയിട്ടുണ്ട്. നമുക്കൊക്കെ ഭയങ്കര ഈസി ആയിട്ടുണ്ട് എവിടേക്ക് പോകാൻ. കോഴിക്കോട് പോകാൻ പണ്ടൊക്കെ 5-6 മണിക്കൂർ ഇരുന്ന് നമ്മൾ മടുക്കും. പക്ഷെ ഇന്ന് കണ്ടില്ലേ ഇതാ വന്നു എന്ന് പറഞ്ഞിട്ടുള്ള റോഡുകളും വഴികളാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് പോകാൻ പോണത് കോഴിക്കോട് മാർക്കറ്റിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഷോപ്പിലേക്കാണ്. ഒരു 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു കിഡ്സ് വെയർ, മെൻസ് വെയർ, ലേഡീസിന്റെ ഐറ്റംസ്, യൂണിഫോം സെക്ഷൻസ്, അങ്ങനെ ഇപ്പൊ ഇനി ഫെസ്റ്റിവൽസ് മുന്നോട്ട് വരില്ല. അപ്പൊ അതിനുള്ള നല്ല നല്ല വെറൈറ്റീസ് വന്നിട്ടുണ്ടാവും. അപ്പൊ അത് കാണുന്നേക്കാളും മുന്നേ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതെ അയ്യോ ഇത്ര നേരം വണ്ടിയിൽ ഇരിക്കണം അതൊന്നും വേണ്ട കേട്ടാ. സിമ്പിളായിട്ട് നമുക്ക് ഇതാ വന്നു ആ മരിയാണ്. നല്ലോണം വണ്ടികൾ ഇത്രയും സ്പീഡിൽ നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാട്ടോ. അത്രയും നേരം വേണ്ട ഇപ്പൊ കോഴിക്കോട് മാർക്കറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് കളക്ഷൻസ് ഒക്കെ നോക്കാം. ആൾക്കാരെ പാച്ചിൽ കാണുമ്പോൾ എന്ത് രസമാണ് കാണാനായിട്ട്. പണ്ടൊക്കെ ഞാനൊരു 5-6 മണിക്കൂറൊക്കെ കോഴിക്കോട് മാർക്കറ്റിലേക്ക് വേണ്ടി ഇരുന്നുണ്ട്. തലയ്ക്ക് അത് പിടിച്ചിട്ടുണ്ട്. എന്ത് രസാ. ടാറ്റാ, ഞാനും വരാട്ടാ. പറഞ്ഞ നേരം കൊണ്ട് ഞാൻ ഇവിടെ എത്തലും കഴിഞ്ഞു, ഡ്രസ്സ് മാറലും കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഫുൾ ഡിസ്പാച്ച് സെക്ഷൻ, ബില്ലിംഗ് സെക്ഷൻ ആണ്. 1-2 കൗണ്ടർ അല്ല, കാരണം അത്രയും അധികം തിരക്ക്, അത്രയും അധികം കളക്ഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ബില്ലിംഗ് കൗണ്ടർ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡ് നമ്മുടെ ക്യാഷിന്റെ സെക്ഷനാണ്. ക്യാഷിന്റെ സെക്ഷനിൽ കണ്ട 3 സെക്ഷനാണ് വരുന്നത്. അപ്പൊ അത്രയും തിരക്കാണ്. പിന്നെ കുറെ കസ്റ്റമേഴ്സ് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെ കുറെ കൂടുതൽ അങ്ങനെ വലിച്ചു കയറിയ ആൾക്കാരെ വിടില്ല. ഒരു 2 കസ്റ്റമർ 3 കസ്റ്റമറെ വെച്ചിട്ടാണ് മുകളിലേക്ക് കയറ്റി വിടുന്നത്. കാരണം കളക്ഷൻസ് അവർ സമാധാനമായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. തിരക്ക് കൂടി കഴിഞ്ഞാൽ നമുക്കൊന്നും നോക്കാനും പറ്റില്ല. അപ്പോൾ ഇവരൊക്കെ ഒരു വെയിറ്റിംഗ് പീരീഡിലാണ് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് സാരി സെക്ഷനിലേക്ക് ഒന്ന് പോവാം. ഇവർക്കെന്ന് പറയുമ്പോൾ ലേഡീസ്, ജെൻസ്, കിഡ്സിന്റെ നല്ല വെറൈറ്റി കളക്ഷൻസ്, അതുപോലെ തന്നെ 3-4 ഫ്ലോറൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ സാരീസിന്റെ സെക്ഷനാണ്. നമ്മൾ പെണ്ണുങ്ങൾക്ക് സാരീസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹരം തന്നെയാണ്. അത് ഇവിടെ കോട്ടൺ സാരി, ഫാൻസി സാരി, പട്ട് സാരി, യൂണിഫോം, അങ്ങനെ കുറേ കാണുന്നുണ്ട്. ഇവിടെ നിന്ന് തുടങ്ങിയാലോ നമുക്ക്? നമ്മുടെ പേര് പറഞ്ഞില്ല. ഹായ്. ഓക്കെ, വിചിത്രയില് ഫോയിൽ പ്രിന്റ്. അപ്പൊ അതിന്റെ കളേഴ്സ് ആണ് ഈ മൊത്തം ഇരിക്കുന്നത്. ഫോയിൽ പ്രിന്റ് തന്നെ മാറി മാറി വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇതൊക്കെ വിചിത്ര. അതെ, ഈ ഫുള്ള് ഇപ്പൊ കാണിക്കുന്നത് മൊത്തം ഇങ്ങനെ എത്ര പീസ് എടുക്കണം, എങ്ങനെയാണ് നമുക്ക് ഹോൾസെയിലൊക്കെ എടുക്കുമ്പോ ഇഷ്ടമുള്ളത് എത്ര വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഹോൾസെയിൽ കച്ചവടക്കാർക്ക് മാത്രമുള്ള ആ കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് വരാണെങ്കിൽ നമുക്ക് എന്താ ഉള്ളത് ഇവിടെ അങ്ങനത്തെ ഐറ്റംസ്, സെറ്റ് മുണ്ട്, സെറ്റ് സാരി, ആ കളക്ഷൻസ് ആണ് മൊത്തം വരുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡ് എന്താ ബനാറസിയിൽ വരുന്ന സാരി കേട്ടോ. അപ്പൊ ഈ ബനാറസിൽ എന്ന് പറയുമ്പോൾ ഇതിപ്പോ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സാരിയാണ്. ഇത് ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഒരു ട്രെൻഡ് തന്നെയാണ്. അതിനനുസരിച്ചിട്ട് ഇത് നല്ല മൂവിംഗ് ആണ് കേട്ടോ. ട്രെൻഡ് മാത്രമല്ല ഇത് ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടാണ് ഇതിന്റെ കളേഴ്സ്. പക്ഷെ ഈ കളറൊന്നുമല്ല, എല്ലാവർക്കും വേണ്ടത് ഈ ഒരു കളറാണ്, റെസ്റ്റോറൻറ്റ് കളർ വിത്ത് കോഫി. അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, വിളിച്ച് ചോദിക്കുക. പക്ഷെ കച്ചവടക്കാർക്ക് മാത്രമല്ല. ഇവിടുത്തെ സാരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെ ബോക്സ് പാക്കിംഗിലാണ് വരുന്നത് അല്ലേ? വെൽവെറ്റ് ഓർഗൻസ. യെസ്. അപ്പൊ ഇതിന്റെ കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ കളർ ഉണ്ട്. ഇതിൽ എത്ര പീസ് ഉണ്ടാവും? 4 പീസോ? 4. ഈ 4 എടുക്കണം അല്ലേ? ഓക്കെ. ഡാർക്ക് ചാർട്ടും വരുന്നുണ്ട്. അപ്പൊ ഇത് 3ഉം പിന്നെ ഇത് ഒരെണ്ണം, അങ്ങനെ ഓർഗൻസിൽ വരുന്നത് നെറ്റ് കോട്ട. അതിലിങ്ങനെ വർക്ക് അയച്ചോട്ടോ. ഈ ഒരു ദമൻ നല്ല ഷെയ്ഡല്ലേ? ആ ഒരു
ഇത് ഗ്രേ ഷെയ്ഡ്, ലെവൻഡർ ഷെയ്ഡ്, ബ്ലൂ, സ്കൈ ബ്ലൂ, അങ്ങനെ. അപ്പൊ ഫാൻസീസിൽ ഇപ്പൊ കാണിക്കണതൊന്നും അല്ല കേട്ടോ, ഇതിനേക്കാളും അക്രമം. സെമി ടെസറിൽ വരുന്നത്. ഇതില് ചാർക്കോളിന്റെ ഒരു വർക്കല്ല വന്നിരിക്കണത്. ഇത് ഫുൾ വീവിംഗ് ആണ് കേട്ടോ. സാരീസിന്റെ കാണിച്ചാലും തീരില്ല, അത്രയും ഉണ്ട് വെറൈറ്റി. നല്ല സ്റ്റൈലും മുന്നാണേ കരുവ. ആഹാ, എന്താ രസം. ആ ഓക്കെ. ഇതൊക്കെ എടുക്കുമ്പോ എത്ര പീസിന്റെ 4 ആണോ 6 ഇഷ്ടമുള്ള 5 കളർ 6 കളർ എടുക്കണം, കച്ചവടക്കാർക്ക് മാത്രം. ഒരു സെമി ജൂട്ടില് അതില് 10-15 കളർ ഉണ്ട്. 10-15 ഇതൊക്കെയാണ് അടിപൊളി കളേഴ്സ്. ഈ കളേഴ്സ് ഇത് നോക്കി, ബ്ലാക്ക്, റെഡ്. ഇപ്രാവശ്യം വന്ന ഒരു പുതിയ കളറാണ്, അടിപൊളി കളറാണ്. ഈ കളർ വരാറില്ല സാധാരണ. നോർമലി വരുന്നത് ഈ ബ്ലാക്കും അതുപോലെ റെഡ്, ഈ ഷെയ്ഡ് ഇങ്ങനെ. പിന്നെ നമ്മൾ സ്റ്റാർട്ടിംഗ് റേറ്റോ അല്ലെങ്കിൽ എക്സാക്ട് റേറ്റോ ഒന്നും പറയുന്നില്ല. റേറ്റ് ഒക്കെ അറിയണമെങ്കിൽ നേരിട്ട് വരാം, അല്ലെങ്കിൽ വിളിച്ചു. ആഹാ, ഇതിന്റെ കളേഴ്സ് ആണ് ഈ കാണുന്നത് മൊത്തം കേട്ടോ. കണ്ടാലും തീരില്ലാന്ന്. പിന്നെ ലിനനില് ഇങ്ങനെ ബോർഡറിൽ വർക്ക് വരുന്നത് കേട്ടോ. അപ്പൊ കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് സൺഡേ ഓപ്പൺ ആണോ? സൺഡേ ഓപ്പൺ ആണ്. അതേമാതിരി തന്നെ ബ്ലാക്കിൽ ലിനനില് സൂപ്പർ ഐറ്റം, അടിപൊളി സൂപ്പർ ഐറ്റം. ഓ, വിത്ത് ബ്ലൗസോട് കൂടിയിട്ട്. എല്ലാതും ബ്ലൗസ് ആണ്, ഒക്കെ ബ്ലൗസ് ഉള്ള. അതെ. പിന്നെ അടുത്തത് പിന്നെ നമ്മള് കളിച്ചുകൊണ്ടിരിക്കുന്ന ബനാറസ്. ഇതും നല്ല മൂവിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലേ? ഇതിലിപ്പോ ജോർജറ്റിൽ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ മെറ്റീരിയൽ വരണേ ഇതിനെ കൂടുതൽ പോണതല്ലേ? ബനാറസി ഫുൾ സ്റ്റോക്ക് ആണ് കളേഴ്സ്. ഓ, ഈ സൈഡ് നോക്കിയാ ഇതിന്റെ ഫുൾ കളേഴ്സ്. കൂടുതൽ പോണതാണ് ഈ യെല്ലോ മറൂണ്. ഇതിപ്പം വേണമെങ്കിൽ 100-200 ഇപ്പം തരാൻ പറ്റും ഇപ്പൊ. പിന്നെ നമ്മള് യൂണിഫോമിന്റെ ഒരു ഹൈലൈറ്റും കൂടി പറയണല്ലോ. എത്ര പീസ് വേണമെങ്കിലും. ഇവിടെ ഈ കാണുന്നത് മൊത്തം യൂണിഫോം സാരീസ് ആണ്. അത് ഏത് സാരീസിൽ ചോദിച്ചാലും ഇവർക്ക് യൂണിഫോം എത്ര ബൾക്ക് പീസ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കോമബാസ സാരീസ് ആൻഡ് ഇതിലും നമുക്ക് യൂണിഫോം തരാം. ഈ ചന്തേരി ഈ ടൈപ്പിൽ യൂണിഫോം തരാൻ പറ്റും. എത്ര പീസ് വേണമെങ്കിലും തരാം. അതാണ് സാരീസില്. പിന്നെ സാരീസിന്റെ സെക്ഷൻ ഇവിടെ മാത്രം തീരുന്നില്ല കേട്ടോ, അപ്പുറത്തെ സൈഡും ഉണ്ട്. നമുക്ക് ഫാൻസി സാരീസ് ഒക്കെ ഉണ്ട്. സിൽക്കിൽ നല്ല വീതിയുള്ള ബോർഡേഴ്സ്. ഇതും ഡ്രസ് കോഡ് പോലെ ചെയ്യണോ? അപ്പൊ ഈ ഡ്രസ് കോഡ് എന്ന് പറയുമ്പോൾ കല്യാണം അങ്ങനത്തെ, പക്ഷെ അങ്ങനത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ചെയ്തു തരും. പക്ഷെ അങ്ങനെ കല്യാണം ഡ്രസ് കോഡ് എന്നൊന്നും പറഞ്ഞിട്ട് വരായിരിക്കോ, കച്ചവടക്കാർക്ക് മാത്രം. ഹോൾസെയിൽ ഉള്ളി, പ്യുവർ ഹോൾസെയിൽ ആണ് ഇത്. പിന്നെ ഈ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിലും ഇവിടെ മൊത്തം ഈ സാരീസിനൊക്കെ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. വന്നും പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ഏതൊക്കെ സാരീസ് നമുക്ക് കാണിക്കാം. എന്ന് വെച്ചാൽ ഇപ്പം ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുന്ന സാരി അല്ലെങ്കിൽ എപ്പോഴും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള സാരീസാണ് നമ്മൾ കൂടുതലും എടുത്ത് കാണിച്ചിട്ടില്ല. അല്ലാണ്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് സാരീസിലുണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കിയാൽ യൂണിഫോം സാരീസിന്റെ കളക്ഷൻസ് ആണ് ഈ മൊത്തം ഇരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡ് റെഡിമെയ്ഡ് ബ്ലൗസസ്. റെഡിമെയ്ഡ് ബ്ലൗസ് അത് ലൈക്ര മെറ്റീരിയലാണ് ഈ ഫുള്ളി ഇരിക്കുന്നത് ഈ ഇതിലല്ലേ. ഓക്കെ, ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഇതൊക്കെ ഫ്രീ സൈസ് അല്ലേ വരുന്നത്? ഓക്കേ, L XL ഡബിൾ XL ട്രിപ്പിൾ XL അങ്ങനെ സൈസസ് ആണ് വരുന്നത് അല്ലേ? ഓക്കെ, സൈസസ് ഒക്കെ ലൈക്രയിലാണ് വരുന്നത്. പല ഡിസൈൻസ് വരുന്നുണ്ട്. അത് കാരണം നമുക്ക് ഇത് വേറെ ഡിസൈൻ ഇങ്ങനെ കയ്യിൽ വർക്ക് ആയിട്ടുള്ളത് പ്രിൻസസ് ആണ് വരുന്നത്. ലൈക്ര മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല. റെഡിമെയ്ഡ് ബ്ലൗസസ്, ഓ ബാക്കിൽ വർക്ക്. അപ്പൊ വന്ന് നോക്കാട്ടോ, നിങ്ങൾ വന്ന് നോക്കി കഴിഞ്ഞാൽ കളക്ഷൻസ് ഇഷ്ടംപോലെ നിങ്ങൾക്ക് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത സാരീസിന്റെ സെക്ഷനിൽ പോയാൽ ഇത് തീർന്നിട്ടില്ല കേട്ടോ. അപ്പുറത്തെ സൈഡ് ഉണ്ട് സാരീസിന്റെ. പെട്ടെന്ന് ഓടിച്ച് കാണിക്കുക. കാരണം എന്താ വെച്ചാൽ കളക്ഷൻസ് ഇങ്ങനെ കാണിച്ചാലും തീരില്ല. നേരിട്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാ വെറൈറ്റീസ് ഉള്ളത്. പിന്നെ ഈ സൈഡാണെങ്കിൽ ഈ സൈഡിൽ വരുന്നത് ഇതെന്ത് സിൽക്കാ? ഫേസ് സിൽക്കാ? ഫേസ് സിൽക്ക്, ടിഷ്യൂ സിൽക്ക്. ഓ, ഫേസ് സിൽക്ക്, ടിഷ്യൂ സിൽക്ക്, ചന്തേരി ഒക്കെ കേട്ടിട്ട്. ഗ്ലാസ് സെമി ജൂട്ട് സിൽക്ക്, ഡ്രസ് കോഡ് സ്റ്റൈൽ സെമി ജൂട്ട് സിൽക്ക്. ഒരു കാര്യം വരണ്ട, ഒരു കസ്റ്റമർ പോയപ്പോൾ ഞാൻ ചോദിച്ചതാ റിവ്യൂ കിട്ടുമോ എന്നുള്ളത്. പിന്നെ ഇതൊക്കെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ആഹാ, ഇതാണ് സാരീസിന്റെ ഒരു ലോകം എന്ന് പറയുന്നത് അല്ലേ? ഇവിടെയൊക്കെ എന്താ മെയിൻ ആയിട്ട്? മീഡിയം ടൈപ്പ് സിൽക്കിന്റെ ബ്രൊക്കേഡ്, അങ്ങനെ ബ്രൊക്കേഡ് സിൽക്ക്. ഇതൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലല്ലേ വരുന്നത്? ഒന്ന് അടുത്തൊന്ന് നോക്കിയാലേ കറക്റ്റ് അതിന്റെ പല വീവിങ്ങിന് വരുന്ന കളക്ഷൻസ് ആണ് സാരീസിൽ വരുന്നത്. അപ്പൊ ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി. പിന്നെ കുറച്ച് നല്ല ടൈപ്പ് ഫാൻസിയിലൊക്കെ നല്ല ടൈപ്പ് റോസ് സിൽക്ക് എന്നൊക്കെ പറയുമ്പോ ഇത്തിരി മുന്തിയ സാധനം കേട്ടോ. റോസ് സിൽക്ക് ബ്രാസോ സൂപ്പർ. ആഹാ, ഫാൻസിയിലല്ലേ? ഇതാ
ഇങ്ങനെ പിടിക്കണം, നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇത് വെൽവെറ്റ് ഓർഗൻസിൽ നല്ല സൂപ്പർ വെൽവെറ്റ് ഓർഗൻസ. അതിലിങ്ങനെ 4 കളേഴ്സ് 5 കളേഴ്സ് അങ്ങനെ. ഓക്കെ, ഈ കളർ എനിക്ക് ഇഷ്ടമായി. ഇവരൊക്കെ എന്ത് സ്പീഡിലാണ് ഇത് തുറക്കണത്? ഈ സംഭവം ഒന്ന് തുറന്ന് കാണിക്കാൻ. ഇതൊരു നല്ല രസമായിട്ടുള്ള ഒരു ഷെയ്ഡ് അല്ലേ? എന്നുവെച്ചാൽ പ്രത്യേകിച്ച് നമ്മള് പള്ളിയിലേക്കൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആ കണ്ടാ, നല്ല കട്ട് വർക്കില് ഈ കളറിലെല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. സാരീസിലെല്ലാം നല്ല നല്ല കളക്ഷൻസും ഉണ്ട്. ഞാൻ അത് കണ്ടപ്പോൾ പിന്നെ എങ്ങനെയാ അത് വിട്ടിട്ട് അവിടെ പോവാ, അത്രയും നല്ല കളക്ഷൻസ് കളേഴ്സ്. പിന്നെ ഈ സൈഡ് എനിക്ക് കോട്ടൺ ആണോ? ഈ മുകളിലിരിക്കുന്നത് മൊത്തം ഇവിടെ ഇത് മൊത്തം കോട്ടൺ. ഇത് കല്യാണി കോട്ടൺ, ആ കോട്ടൺ, ഈ കോട്ടൺ, അങ്ങനെ എല്ലാ കോട്ടൺസ് ഒക്കെ വെക്കുന്ന ഒരു സ്ഥലം. മിക്സ്. ഓക്കെ, ഈ കോട്ടന്റെ വെറൈറ്റി ഒന്ന് നോക്കിക്കോട്ടോ. അതില് കസുവിന്റെ വരുന്നുണ്ട്, പിന്നെ ത്രെഡ് വർക്ക് വരുന്നുണ്ട്, ഇങ്ങനെ ബോർഡർ ത്രെഡ് വരുന്നുണ്ട്. അതെ, പിന്നെ ഡബിൾ ഇതിൽ വരുന്നുണ്ട്, ഒറ്റയ്ക്ക് ത്രെഡ് ആയിട്ട് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാടുണ്ട്. ചെക്കിലുണ്ട്, ലൈൻസിലുണ്ട്. ആ, ഇതൊക്കെ കോട്ടണിലുണ്ട്. കോട്ടണിൽ തന്നെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ കോട്ടന്റെ വെറൈറ്റികളാണ് കേട്ടോ. ഇപ്പൊ ഈ ഇരിക്കുന്ന കോട്ടണിൽ ഇപ്പൊ ഈ ഇത്രയും കളേഴ്സിൽ നമുക്ക് ഏതെങ്കിലും 4-5 സെറ്റ് വൈസ് ഉള്ളത് വേറെ ഉണ്ട് കേട്ടോ. അടിപൊളി. പിന്നെ അപ്പൊ കോട്ടന്റെ വെറൈറ്റീസ് ആയി ഐറ്റംസ് ഉണ്ട്, ഇഷ്ടംപോലെ ഐറ്റംസ്. ഏത് സ്റ്റാർട്ട് വേണം. അതെ, പിന്നെ ഇതിന് നല്ല ടൈപ്പ്, കുറച്ചും കൂടി കൂടിയ ടൈപ്പ് കോട്ടണിൽ തന്നെ ഒരു മുന്തിയ ഐറ്റം. ഇത് ചെക്സിൽ വരുന്നതാണ്. കോട്ടണില് ഇതൊക്കെ വീവിങ്ങിലാട്ടോ, പ്രിന്റ് അല്ല വരുന്നത്, വീവിങ് ആണ്. ഇതും കോട്ടൺ തന്നെയല്ലേ? മൽക്കോട്ടൺ. കോട്ടണില് കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം ആണ്. ഇത് റിച്ച് മുന്താണിയൊക്കെ ആയിട്ട് സൂപ്പർ ഐറ്റംസ്. കോട്ടണില് വിത്ത് ബ്ലൗസ്. അടിപൊളി. കോട്ടന്റെ നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ കാണിക്കാൻ നിന്നാ ഈ കോട്ടൺ തന്നെ കാണിക്കാൻ നേരം ഉണ്ടാവുള്ളൂ. നല്ല ചാർട്ട് വരും കേട്ടോ, അടിപൊളി ചാർട്ട് വരും. നല്ല നല്ല കളർ ഷെയ്ഡ്സുകൾ, നല്ല അടിപൊളി ചാർട്ട്. അത് ഒക്കെ ഡാർക്ക് ആണെങ്കിൽ ഡാർക്ക്, പേസ്റ്റിലാണെങ്കിൽ പേസ്റ്റിൽ, അങ്ങനെയാണ് വരുന്നത് അല്ലേ? ആ, അങ്ങനെയാണ് ഷെയ്ഡ്സുകൾ മൊത്തം വരുന്നത്. പിന്നെ ഇതൊക്കെ നല്ല മിക്സ് കോട്ടണും പോളിസ്റ്ററും മിക്സ് ആയിട്ട് വരുന്നത്. ഒരു ഫ്ലോർ മൊത്തം സാരീസ് മാത്രമാണ്. ഇതും അപ്പുറത്തും ഇങ്ങനെയൊക്കെ ആയിട്ട്. ഇത് പ്രിന്റഡ് കോട്ടൺ പല ഡിസൈൻസ്. പ്രിന്റഡ് കോട്ടൺ, ചൂടി കോട്ടൺ, നമുക്ക് ചുങ്കിടി തരാം, ബാറ്റിക് സ്റ്റൈൽ പ്രിന്റ് തരാം, ബാറ്റിക് പ്രിന്റുകൾ തരാം. പ്രിന്റുകൾ എപ്പോഴും ഇങ്ങനെ വ്യത്യാസമായിക്കൊണ്ടിരിക്കില്ല, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്ത് ഇതാ വരുന്നത്. പിന്നെ ഒരു ജൂട്ടിന്റെ ഉണ്ട് ബ്ലാക്കില്. ഓ, പിന്നെ അതിൽ തന്നെ ഒരു ബാറ്റിക് ബ്ലാക്കില്. ബ്ലാക്കില് മാത്രമാണല്ലേ അത്? നല്ല ഡിസൈൻസ്. ഇത് ബ്ലാക്കിൽ തന്നെ ഇഷ്ടംപോലെ ചൂസ് ചെയ്യാനുണ്ട്. ഇതും ബ്ലാക്ക്, അങ്ങനെ ബ്ലാക്കിൽ തന്നെ കളക്ഷൻസ് ഉണ്ട് ഒരുപാട്. പ്രിന്റുകളുണ്ട്, എംബ്രോയിഡറിയിലുണ്ട്. കോട്ടണിൽ വരുന്ന സെലക്ഷൻ. ഓക്കെ, ലൈൻസ് വരുന്നുണ്ട്. ഇത് ഇത്രയും നല്ല ഇപ്പൊ ട്രെൻഡ് നിൽക്കാണല്ലേ ഈ ഒരു സംഭവം. മൽക്കോട്ടനില് സൂപ്പർ. ഇതിപ്പോ 3 ഷെയ്ഡ് 4 ഷെയ്ഡ് അങ്ങനെയായിട്ടാണ് 3-4 ഡിസൈൻ 3-4 കളർ വെച്ചിട്ടാണ് മെയിൻ ആയിട്ട് വരുന്നത്. കല്യാണി കോട്ടണിൽ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന ചെക്സ്, അതിന്റെ തന്നെ പ്ലെയിൻ വിത്ത് ബോർഡർ, ചെക്കില് കസവ്, പിന്നെ പ്ലെയിനില് ബോർഡർ. നമുക്ക് യൂണിഫോം ആയിട്ട് സെറ്റ് ആക്കാം. അത് യൂണിഫോം എന്ന് പറയുമ്പോൾ വെറും 50 പീസോ 100 പീസിന്റെ കാര്യമല്ല പറഞ്ഞ, 500, 1000 എത്ര വേണേലും നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുന്ന അതാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ടിൽ നിന്നുള്ള രീതിയിലാണ്. ഇവിടെ ഫാൻസി ഉണ്ട് അല്ലേ? ഇതില് കുറെ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതെന്ത് കോട്ടൺ? ഖാദി കോട്ടൺ. ഓക്കെ, ഇനി നമ്മള് ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ വൈറ്റിന്റെ മാത്രം വെച്ചതാണ്.
സൂപ്പർ ആയിട്ട് ഇത് ഫുൾ വൈറ്റിലാണ്. ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാലേ ചന്തേരിയിൽ വരുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് അറിയാം. എന്ന് വെച്ചാൽ ബ്രഷ് പെയിന്റിൽ വരുന്നുണ്ട്, അതുപോലെ വീവിങ്ങിൽ വരുന്നുണ്ട്, വർക്ക് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഇത് ഫുൾ വൈറ്റിൽ ഇങ്ങനെ പല പല ബോർഡേഴ്സ് വരുന്നുണ്ട്. സെമി ജൂട്ട് സ്റ്റൈൽ വരുന്നുണ്ട്. ഓ അതിൽ കളേഴ്സും ഉണ്ട്, കളേഴ്സും ഉണ്ട്, എംബ്രോയിഡറി വർക്കിലും വരുന്നുണ്ട്. പ്രിന്റിൽ ജൂട്ടിന്റെ ഒരു ലോ ഐറ്റംസ് സാധാ സാരീസ്, സാധാ ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്നത്. പിന്നെ നമുക്ക് ഫാൻസി ഷിഫോൺ. ഫാൻസി ഇത് ഷിഫോൺ എന്ന് പറയുമ്പോൾ ക്രേപ്പിലുണ്ട്, മൊഡാളുണ്ട്, സെമി മോഡലുണ്ട്, ഒറിജിനൽ മോഡലും ഉണ്ട്. ഇതൊരു സെമി മോഡൽ, ഇതും സെമി മോഡൽ. മോഡലൊക്കെ പറയുമ്പോൾ ഒരു സാറ്റൻ ഫിനിഷിംഗിൽ നല്ല ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൂപ്പർ മോഡലില് സെമി മോഡൽ കേട്ടോ. ഇതൊരു ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്ന കളക്ഷൻസ് ആണിത്. ഇതൊക്കെ ഇങ്ങനെ കാണുന്നതിൽ അർത്ഥമില്ല കേട്ടോ. ഇതൊക്കെ ശരിക്കും നിവർത്തി നമ്മൾ ഉടുത്ത് വരുമ്പോൾ കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴേ വിൽക്കണ ടൈമിലേ റീറ്റെയിൽ കസ്റ്റമറുടെ കാര്യം പറയണം. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ? ഇതൊക്കെ ഈ ബോക്സ് പാക്കിംഗ് ബോക്സിൽ 4 ഇങ്ങനെ വരും. സെറ്റ് ആയിട്ട് ഇങ്ങനെ 4 അത് മൊത്തം അങ്ങനെ അത് പൊട്ടിച്ചു കിട്ടൂലല്ലോ. ഇങ്ങനത്തെ സെറ്റ് വരുമ്പോ ബോക്സ് പാക്കിംഗ് അടിപൊളി, ഒരു രക്ഷയില്ല, സൂപ്പർ. ഇത് പിന്നെ ഫുൾ ജോർജറ്റിന്റെ ഷിഫോണിന്റെ ആണ് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ഉണ്ട്, ഗാർഡൻ സ്റ്റൈൽ ഉണ്ട്, എല്ലാ ഐറ്റംസ് ഉണ്ട്. അത് ഫുൾ ഈ അറ്റം വരെ ആ ഒരു സ്റ്റൈൽ. ബ്ലാക്ക് ആൻഡ് റെഡ് മാത്രം സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കോമ്പിനേഷൻ. പിന്നെ ഇവർക്ക് 74 ബ്രാൻഡ് അങ്ങോട്ട് ഇവർ ഓൺ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അത് ബ്ലാക്ക് ആൻഡ് റെഡ് മാത്രം ഞങ്ങൾ സെറ്റ് ആക്കുന്നുണ്ട്. അതിന്റെ നല്ല എൻക്വയറി ഉള്ള ഇതില് മാത്രം ഡോട്ട്സിലുണ്ട്, അതേമാതിരി ഷിഫോണിൽ ബ്ലാക്കിൽ തന്നെ പോൾക്കാ ഡോട്ട്സ് ആയിട്ടുള്ളത്, ബ്ലാക്ക് റെഡ് വൈറ്റ് റെഡ്, ഇതിന്റെ ഫുൾ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. എത്ര ക്വാണ്ടിറ്റി എത്ര പീസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പറയണത്. അതിപ്പോ യൂണിഫോം ആയാലും ഇങ്ങനെ സെറ്റ് ആണെങ്കിൽ സെറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് സെറ്റ് അങ്ങനെ തന്നെ എടുക്കണം എന്ന് നിർബന്ധമുണ്ട്. ഈ നല്ല ഐറ്റംസ് ഇത് ഇങ്ങനെ ഒരു ഇതിന്റെ ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പൊ കയ്യില് കിട്ടിയപ്പോ നമ്മൾ കുറെ ഉണ്ട്. ഇതിന്റെ വർക്കുകളൊക്കെ ഡിഫറെന്റ് ആയിട്ട് വരുന്നത്, പിന്നെ കുറച്ച് ഹെവി കല്ലായിട്ട് വരുന്നത്. ഇതിങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കിയാലേ കറക്റ്റ് ആയിട്ട് ആ ഫുൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറെ സെക്ഷൻ ഉണ്ട് കാണിക്കാൻ. ഒരു ഓവർ കോട്ടൊക്കെ ആയിട്ടുള്ള ഇത് സാരിയും സാരിയുടെ ബ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് സാരിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇത് ഒരു ഷ്രഗ് ടൈപ്പ് ആയിട്ട് ഇതൊരു മോഡേൺ സ്റ്റൈലിൽ വരുന്നത് കേട്ടോ. ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് സെയിം മെറ്റീരിയൽ തന്നെയാണ്. നല്ല നല്ല വെറൈറ്റികൾ, ഇതൊക്കെ നല്ല മെറ്റീരിയൽ കേട്ടോ. ഇത് സെറോസ്കിയുടെ വർക്ക് വരുന്നത് ഫുൾ ഇതിന്റെ ഫാൻസി ഐറ്റംസ് ആണ്. ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്, നേരത്തെ അവിടെ കണ്ടു ഡമ്മിയിൽ അങ്ങോട്ട് അതിന്റെ റെഡാ സൂപ്പർ നല്ല ഐറ്റം, നല്ല കളർ, നല്ല സ്റ്റൈലും സാരി. പിന്നെ ഇതിന്റെ ആ ഒരു തിളക്കം ഒരു രക്ഷയില്ല. ഏത് പാർട്ടിക്ക് പോലും ഒന്ന് കേട്ടോ. ആ ഒരു തുണിക്കായാലും സ്റ്റോണിനായാലും നല്ല സൂപ്പർ വർക്കാ. ഇങ്ങനെ വെച്ച് നോക്കട്ടെ, നല്ല വർക്കാ കണ്ടോ. പക്ഷെ ഒരു പീസ് ആയിട്ട് കിട്ടൂല. കിട്ടുമ്പോ നമ്മള് കച്ചവടക്കാർക്ക് മാത്രം അത് ഫുൾ ബൾക്കായിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഒരു ലവ്ലി പീസ് എന്ന് പറയാം. ഇത് കാണിച്ചാലും തീരൂല കേട്ടോ. എനിക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാനുള്ളതാ. ബട്ടർഫ്ലൈ കേട്ടോ, നല്ല രസമില്ലേ. ഇതൊക്കെ ഒരു മീഡിയം റേഞ്ചിൽ വരുന്ന കുറെ ഫാൻസി ഐറ്റംസ്. ഇത് വേറെ കുറെ ഡിസൈൻസ് ഉണ്ട്, 5-8 ഡിസൈൻസ് ഉണ്ട്. ഈ സ്കൂളുകാരോ അല്ലെങ്കിൽ ഫംഗ്ഷൻകാരോ ഒന്നും ഇങ്ങനെ വന്നാൽ കിട്ടൂല കേട്ടോ. വരുമ്പോ കച്ചവടക്കാരും മാത്രം അതൊന്ന് എടുത്ത് പറഞ്ഞോ, കച്ചവടക്കാർക്ക് മാത്രം അത് എടുത്ത് പറയണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതൊരു ഫാൻസില് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ കേട്ടോ, വിത്ത് റെഡിമെയ്ഡ് ബ്ലൗസ്. അത് റെഡിമെയ്ഡ് ബ്ലൗസ് ഇവരുടെ തന്നെയാണ്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇവര് വന്ന് കണ്ടോട്ടെ. ഇനി ഞാൻ കുർത്തിയുടെ സെക്ഷനിലൊക്കെ പോകാനുണ്ട്, കുറെ ഉണ്ട് കാണിക്കാനുണ്ട്. അപ്പൊ നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ സെക്ഷൻ. ഇപ്പൊ ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ അല്ലേ? അതെ. ഇതൊക്കെ എങ്ങനെ എടുക്കുമ്പോ ഇപ്പൊ ഇത് രണ്ടും ഒരുപോലെയൊക്കെ കാണാം. നല്ല നല്ല വെറൈറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലോർ മൊത്തം അത്യാവശ്യം നല്ല തിരക്കുമായിട്ടുണ്ട്. ഈ ഒരു ഫ്ലോർ മൊത്തം എന്താ വരുന്നത്? ഈ ഫ്ലോർ മൊത്തം മെറ്റീരിയൽ 3 പീസ്. ആ ഒരു 3 പീസിന്റെ സെക്ഷനിൽ നിന്ന് ഒരു എടുത്തിട്ടതാണ്. ഇതിന്റെ മെറ്റീരിയലിന്റെ പേരെന്ന് പറഞ്ഞത് ഇത് മത്സ്യന്തേരിൽ വരുന്നതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് കളക്ഷൻ അല്ലേ? അതെ. അപ്പൊ പൊക്കി. എന്താ പേര്? രേഷ്മ. കുറച്ച് കളക്ഷൻസ് ഒന്നും നമുക്ക് കാണിച്ചു തരാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് പുതിയ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഓൺ ബ്രാൻഡ് ഉണ്ടെന്നൊക്കെ പറയുന്നില്ല, അതേതൊക്കെയാ? അത് ദക്ഷ വുമൻസി, നർത്തകി,
ഇതൊക്കെ ബ്രാൻഡാണ്. അങ്ങനെ ഒരു 74 ബ്രാൻഡ് ഉണ്ടെന്ന് പറയുന്നത്. കുറച്ച് കളക്ഷൻസ് എവിടെയെങ്കിലും ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആണ്. ഓക്കെ. അപ്പൊ ഇത് മൽഷിമ്മറിൽ വരുന്നതാണ് ഈ ഒരു ഐറ്റം. ഇത് ഷിമ്മറിലിട്ടാ ഇങ്ങനെ ഒരു വർക്കുള്ളത്. ഏകദേശം ഒരു 2 കളറൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. പക്ഷെ ഇത് അൺസ്റ്റിച്ചഡ് ആണ്. ഞാൻ ഇട്ടിരിക്കുന്നത് റെഡിമെയ്ഡിലാണെന്ന്. ഓക്കെ. അപ്പൊ ഈ എടുക്കുമ്പോ ഇതിൽ കളർ എത്ര കളർ ഉണ്ടാവും? എങ്ങനെയാണ് 4 കളർ ഉണ്ടാവുക. ഈ 4 കളർ എടുക്കണം. മെറ്റീരിയൽ 4 കളർ വരുന്നത് 4 കളറായിട്ട് എടുക്കണം. പിന്നെ സെയിം കളർ വരുന്നതാണെങ്കിൽ 2 പീസായിട്ട് കൊടുക്കും. അങ്ങനെ. ഓക്കെ. അത് കച്ചവടക്കാരുടെ ഡീലിങ്. ഓക്കെ. ഇനി അടുത്തേക്ക് പോവാം. എവിടെയൊക്കെയാ ഇരിക്കുന്നത്? ഇനി 3 പീസിലാ എവിടെയായാലും കുഴപ്പമില്ല, നമ്മള് കാണാൻ റെഡിയാണ്. നൈറ്റിയിൽ പോവാം. എന്നാ വാ. നൈറ്റി ഉണ്ടല്ലോ ഇവിടെ. നൈറ്റിയുടെ സെക്ഷനാണ് ഈ ഒരു ഏരിയ മൊത്തം കാണുന്നത് കേട്ടോ. അപ്പൊ നൈറ്റി എന്ന് പറയുമ്പോ അതില് നമുക്ക് ഇതൊക്കെ ഉണ്ടോ? ഇത് മെറ്റീരിയൽ ആണ്. ഇവിടെ അത് പർദ്ദ. പർദ്ദയുണ്ടോ? പർദ്ദണ്ട്. പർദ്ദയുണ്ട്. അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പർദ്ദയുണ്ട്, അതുപോലെ തന്നെ റണ്ണിങ് ഫാബ്രിക്സ് ഉണ്ട്. പിന്നെ നൈറ്റിയിൽ പറയുമ്പോ എന്തൊക്കെയാ? നൈറ്റി ഫ്രോക്ക് നൈറ്റി ഉണ്ട്. ഇങ്ങനത്തതാ ഈ ഡമ്മിട്ട ടൈപ്പ് കഫ്താൻ നൈറ്റി ഉണ്ട്, ഫ്രോക്ക് നൈറ്റി ഉണ്ട്, പിന്നെ ഫുൾ ലെങ്ത് ആയിട്ടുള്ളത് ഉണ്ട്, മാൻസി കട്ട് ഉണ്ട്, നോർമൽ കട്ട് ഉണ്ട്, ചുടിദാർ കട്ട് ഉണ്ട്. അതൊന്ന് വിരിച്ച നല്ല രസമായിട്ടുണ്ട്. കണ്ടാ? ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് കാണിക്കണത്. സംഭവം എന്തായാലും എനിക്ക് ഇഷ്ടമായി. അല്ല, നല്ല രസമായിട്ട് അല്ലേ? അപ്പൊ ഈ നൈറ്റി എന്നൊക്കെ പറയുമ്പോ പല പല പ്രിന്റ്സ് ഒക്കെ ആവില്ല. അപ്പൊ എങ്ങനെയാ എടുക്കേണ്ടത്? അത് സെറ്റിൽ എങ്ങനെയാണോ വരുന്നത് അങ്ങനെയാണ്. 3 പീസ് വരുന്നുണ്ട്, 4 പീസ് വരുന്നുണ്ട്, 5 പീസ് വരുന്നുണ്ട്. അത് അങ്ങനെ തന്നെ എടുക്കണം എന്ന് നിർബന്ധമുണ്ട്. ഒരു കസ്റ്റമർ റിവ്യൂ കിട്ടുമെന്ന് നോക്കട്ടെ. ഒരു സെക്കൻഡ് കേട്ടോ. എന്തായാലും ആള് ചേച്ചി നൈറ്റ് എടുക്കാൻ വന്നതാണോ? ഒന്ന് ഇങ്ങോട്ട് തിരിയോ? എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇവിടെ? ആദ്യമായിട്ടാണോ വരുന്നത്? എങ്ങനെയാണ്? അതിനെന്താ പ്രശ്നം? യൂട്യൂബ് ചാനലിലേക്കാണ് അമ്മ എന്ന് പറഞ്ഞിട്ട് കുട്ടി മേടിച്ചിട്ട് പറയാൻ മാറി നിൽക്കാൻ അവിടെ നിന്ന്. ഇതെന്താ ഞങ്ങൾ വല്ല ക്രൈം ചെയ്തിട്ടുണ്ടോ? വേണ്ടെങ്കിൽ വേണ്ട, വൈറലാവണമെങ്കിൽ വേണ്ട, നമുക്ക് വിട്ടുകളയാം. പറയണെങ്കിൽ വേണ്ട അല്ലേ? അത്ര വേണ്ടെങ്കിൽ വേണ്ട, കാര്യം കഴിഞ്ഞു, നമുക്ക് പോവാ. പിന്നെ നൈറ്റിന്റെ കൂടെ ഒരു ഐറ്റം കൂടി വരുന്നുണ്ട്, നഴ്സിംഗ് കോട്ട്. നേഴ്സിംഗ് കോട്ടും വെച്ചിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിൽ നേഴ്സിംഗ് കോട്ടും ഉണ്ട് കേട്ടോ. അപ്പൊ നേഴ്സിംഗ് കോട്ട്, നൈറ്റി, പർദ്ദ, അങ്ങനത്തെ ഒരു സെക്ഷനാണ് ഈ ഒരു ഫുൾ സെക്ഷൻ വരുന്നത്. ഇനി നമുക്ക് അപ്പുറത്ത് ഷോൾ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. അതും ഇവിടെ വരുന്നത്. ഞാൻ ആകെ 3 പീസും 2 പീസും ഒക്കെ ഉണ്ടെന്ന് മാത്രം വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആണെന്ന് വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോഴെല്ലാം മനസ്സിലായത് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഇനിയും ഉണ്ടെന്ന് കാണാനും. ഇനി പറയും. ഇവിടെ കുട്ടികളുടെ സൈസ് 34, 40 സൈസ്. കുട്ടികളുടെ വേറെ വേറെ. ഇത് ടീനേജ് ഒക്കെ വളർന്നു വരുന്ന പിള്ളേർക്ക് വേണ്ടിട്ട് അവർക്ക് പാർട്ടി വെയർ മാത്രമായിട്ട്. ഓക്കെ. അങ്ങനെയാണ്. അതും സെറ്റ് ആയിട്ട് എടുക്കണം. ഓക്കെ. ഇനി ഈ ഇപ്പോഴത്തെ സെക്ഷനിൽ ഒന്ന് വേഗം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക്. കാരണം ഇത് എന്ന് പറയുമ്പോ ഈ വീഡിയോ എത്ര എടുത്താലും തീരൂല. അത്രയും നമുക്ക് കാണിക്കാൻ കുറേ ഉണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 3 പീസിന്റെ സെക്ഷൻ. നമുക്ക് ഡമ്മിയിൽ ഇട്ടതൊന്ന് കണ്ടുപോവാം. നിന്റെ പേര് ചോദിച്ചില്ല? റീഷ്മ. നേരത്തെ ചോദിച്ചു, ഞാൻ പറഞ്ഞു, എന്നാലും മറന്നു. നമുക്ക് ഈ കളക്ഷൻസ് കാണുമ്പോ അത്രയും നല്ല വെറൈറ്റി കളക്ഷൻസ് അല്ലേ, അതുകൊണ്ട് പേര് ചോദിക്കുമ്പോ മറന്നു പോവാണ്. പിന്നെ ഇതൊക്കെ പുതിയ വെറൈറ്റീസ് അല്ലേ? അനാർക്കലി മോഡൽ വരുന്നതാണ്. ഇതില് എങ്ങനെയാ ഫുൾ വർക്കൊക്കെ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ പെരുന്നാൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം കേട്ടോ. പെരുന്നാൾക്ക് ഇനിയും കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കും. പിന്നെ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ കളക്ഷൻസ്. ഇതൊക്കെ നോക്കിയേ, നല്ല. ഇത് നമ്മുടെ കസ്റ്റമറിന് കാണിക്കാൻ വേണ്ടിയിട്ട് തുറന്നതാണ്. എന്തായാലും കണ്ടപ്പോൾ എനിക്കും ഇഷ്ടമായി. 3 പീസിന്റെ ഒരു കളക്ഷനാണ് ഇത് വരുന്നത്. അതുപോലെ ഇപ്പുറത്തെ സൈഡ് എന്താ കുറെയൊക്കെ ഇങ്ങനെ വന്നും പോയി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സംഭവം. എന്തായാലും 3 പീസിന്റെ കളക്ഷൻസ് ആണ് ഈ സൈഡ് മൊത്തം വരുന്നത്. ഈ 3 പീസിന്റെ സംഭവം എന്നൊക്കെ പറയണത് ഇവിടെ ഈ ഒരു സെക്ഷൻ എനിക്ക് തോന്നുന്നു വേറെ ആളാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ആരാ? അതാണ് നേരത്തെ ബിജിന എന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. എവിടെ പോയി ബിജിന? ഞാനും വിളിക്കാം. ബിജിന ഓടിവാ. നേരത്തെ വിളിച്ചിട്ട് കേട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതാണ് ബിജിന. എന്നെക്കാളും മൂത്തതാണെങ്കിൽ ക്ഷമിക്കുക, അല്ലെങ്കിലും ക്ഷമിക്കുക. ബിജിന. ഓക്കെ. രേഷ്മ മറക്കൂല. ചെല്ലു. ബിജിന, ഇനി നമ്മുടെ ഈ ഒരു സെക്ഷനിൽ എന്താ മെയിൻ ആയിട്ടുള്ളത്? 3 പീസിലെ ചുരിദാർ റെഡിമെയ്ഡിൽ വരുന്നത്. അത് എന്തൊക്കെയാന്ന് 2-3 വെറൈറ്റി ഒന്ന് കാണിച്ചാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തൊക്കെ കോട്ടന്റെ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഹെവി വർക്ക് ആയിട്ടുള്ളത് ഉണ്ട്. ഒരു പാർട്ടി വെയറിൽ ഫ്ലെയറിൽ നോക്കാം, ലൈൻ കട്ടായിട്ട് വരുന്ന ടൈപ്പിലൊക്കെ. അതിൻ്റെ ഒരു 2-3 ക്വാളിറ്റി കളക്ഷൻസും. ഒരു മൽഷിമ്മറിൽ വരുന്ന ഐറ്റം. 3 പീസിന്റെ അല്ലേ? 3 പീസ്. ഇങ്ങനെ ഷോളും വരുന്നുണ്ട്. അതിൽ 3 പീസ് ആട്ടോ. അതിൽ ദുപ്പട്ട, അതുപോലെ തന്നെ പാൻറ്റും വരുന്നുണ്ട്. പിന്നെ കളർ എന്ന് പറയുമ്പോൾ 4 ഷെയ്ഡാണ് വരുന്നത്. ഇതിൽ ഈ 3 ഷെയ്ഡ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കണത് ഒരെണ്ണം. അങ്ങനെ മൊത്തം 4 ഷെയ്ഡ് എടുക്കണം എന്ന് നിർബന്ധമാണ്. കച്ചവടക്കാർക്കാണ് പറയേണ്ട കാര്യമില്ല. എന്നാലും പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ
ഇതന്നെയല്ല സെയിം അവിടെ ഇത് കിടക്കണം സെയിം ആ ഒരു ഡമ്മിയില് മൽച്ചന്തേരിയിൽ വരുന്ന ഇത് മൽച്ചന്തേരിയിൽ ഈ 4 കളേഴ്സ് വരുന്നത് കേട്ടോ. ആ 4 കളർ മൊത്തം അങ്ങനെ തന്നെ. പിന്നെ നമ്മൾ ഈ ഒരു ഡ്രസ് ഇവിടെ നല്ല എടുത്തത് ചേച്ചിന്നല്ലേ എടുത്തത്? അമ്പിളി. ആ എല്ലാരും കാണുമ്പോ ഒരു പൊളി. എല്ലാരും ഈ യൂണിഫോം ഇട്ട് നിക്കണ കാരണം ഒന്നും മനസ്സിലാവണില്ല. ദേ ഞാൻ ഇട്ടിരിക്കുന്ന സാധനം അല്ലേ? കളർ ചേഞ്ച് 4 കളർ ഉണ്ടാവും അതിലും. ഇതിന്റെ കളർ ചേഞ്ചും ഉണ്ട്, കളക്ഷൻസും ഉണ്ട്. അപ്പൊ ഇത് ഞാൻ ഇട്ടതിന് 4 കളർ ഷെയ്ഡ് വേണമെങ്കിൽ നോക്കാട്ടോ. ഒരെണ്ണം ഈ ഒരു പീച്ച് ഷെയ്ഡ്, പിന്നെ ഞാൻ ഇട്ട ഒരു ഷെയ്ഡ്, പിന്നെ ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ്. അങ്ങനെ 4 ഷെയ്ഡാണ് വരുന്നത്. നമുക്ക് കോട്ടണിൽ ഫ്ലെയർ. ഈ 4 ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഈ 4 ഷെയ്ഡിലെ സൈസസ് എങ്ങനെയാ വരാം? സൈസ് ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ഉണ്ടാവും. അതില് ലാർജ് ഒറ്റ സൈസ് അല്ല. ഇപ്പൊ ഈ ഒരു പീസ് ഇപ്പൊ ഞാൻ ഇട്ടു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു കെട്ടിൽ ഒരു സൈസും 4 കളറും ഉണ്ടാവും. അങ്ങനെ വരുന്നുണ്ട്. അല്ലാണ്ട് ഒരു സൈസ് അത് കോംബോ ആയിട്ട് വരും. ഒറ്റ കളർ ആകുമ്പോ ഒറ്റ കളർ ആയിട്ട് വരുമ്പോ നമുക്ക് കോംബോ ML, XL, ഡബിൾ എക്സൽ 4 സൈസ് ഉണ്ടാവും. അങ്ങനെ ഓക്കെ. സിംഗിൾ കളർ ആയിട്ട്. അപ്പൊ 2 രീതിയിലും ഉണ്ട്. അത് നോക്കി എടുത്താൽ മതി. പിന്നെ എന്താ കോട്ടൺ ഉണ്ടെന്ന് പറഞ്ഞത്? അതായത് നമുക്ക് കോട്ടണിൽ ഫ്ലെയർ ആയിട്ട് വരുന്ന ഐറ്റംസ്. ഇത് കോട്ടണിൽ അനാർക്കലി ടൈപ്പ് വരുന്നുണ്ട്, സ്ട്രേറ്റിൽ വരുന്നുണ്ട്. അപ്പൊ നോർമൽ ഉള്ളതും നോർമൽ അല്ലാത്തതും അങ്ങനെ പല കോട്ടണിൽ അല്ലേ. ഇതൊക്കെ ഒരു ജയ്പൂരി സ്റ്റൈലിലുള്ള സ്ട്രേറ്റ്. ഇത് അനാർക്കലി സ്റ്റൈലിൽ. ഓ ഫ്ലയർ നോക്ക്, അത് ഇരിക്കുമ്പോൾ നല്ല രസമായിട്ട് 4 ഷെയ്ഡ് കേട്ടോ. എനിക്ക് ഇതും നന്നായിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴും നല്ല മൂവിങ് ആയിട്ടുള്ള സംഭവമാണ്. അതിൽ കോംബോ ആയിട്ട് വരുന്നത് നമുക്ക് ഒറ്റ കളറും. ഇത് മൽക്കോട്ടനാണ് വരുന്നത് കേട്ടോ. അപ്പൊ കളക്ഷൻസും ചൂസ് ചെയ്യാനായിട്ട് രാവിലെ നേരത്തോടെ വന്ന് വീണ്ടും എടുത്ത് പറയണം അല്ലേ. ഇഷ്ടംപോലെ ഉണ്ടല്ലേ. കാരണം പിന്നെ എന്താ ഇപ്പോൾ ഡമ്മീനൊക്കെ മാറ്റിക്കൊണ്ടിരിക്കണോ? നമുക്ക് പാർട്ടി ഓരോരുത്തർ എടുക്കുന്ന നേരം നമുക്ക് ആ സൈസ് തന്നെ വേണമെന്ന് പറയുമ്പോൾ അതന്നെ ഊരിണ്ടി വരും. അത് ഊരി കഴിഞ്ഞു. അപ്പോൾ ഈ നേരത്തെ ഞാൻ വന്നപ്പോൾ ഇത് ഫുള്ള് ഇവിടെ നിറവുണ്ടായിരുന്നു. ഇപ്പൊ നോക്കിയപ്പോൾ ഓരോന്നോരോന്ന് ഊരിയിടലും അങ്ങനെയാണ്. പക്ഷെ ഈ ടൈം വരെ ഒക്കെ വലിയ തിരക്കുണ്ടാവും. പിന്നെ ചിലപ്പോൾ തിങ്കളാഴ്ച നല്ല തിരക്കാണ്, എന്നാലും നല്ല തിരക്ക്. അങ്ങനെ ഓക്കെ. എന്തായാലും നമുക്ക് ഇനി അടുത്ത ഒരു സെക്ഷൻ, ടോപ്പിന്റെ സെക്ഷൻ വേറെ ആണല്ലേ? ടോപ്പിലേക്ക് നമുക്ക് ഓക്കെ. ന്യൂ ബോൺ ബേബീസിനുള്ള ആക്സസറീസും ഇവിടെ അവൈലബിൾ ആണ്. അതിപ്പോൾ ബൂട്ടീസ് ആയിക്കോട്ടെ, ടവൽസ് ആയിക്കോട്ടെ, അങ്ങനെ ചെറിയ ന്യൂ ബോൺ തൊട്ട് അവർക്കുള്ള എല്ലാ തരം ബ്ലാങ്കറ്റ്സ് ആയിക്കോട്ടെ, ടവൽസ് ആയിക്കോട്ടെ, ആ ഒരു സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ മൊത്തം വരുന്നത്. എന്ത് കാണിക്കുക, എവിടുന്ന് കാണിക്കുക, അവർക്കുള്ള എന്താ പറയുക, കിടക്കനൊക്കെ എന്ത് പറയുക ചേച്ചി, കുട്ടികൾക്ക് കിടക്കണ കിടക്കനെ അതന്നെ, അത് എന്തോ പറയുക അതിനെ, അതൊന്നും എനിക്കറിയില്ല. എന്തായാലും അതങ്ങനത്തെ സംഭവങ്ങൾ 2 പീസ് 3 പീസ് ഇങ്ങനെ കുട്ടികളുടെ ഒരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷൻ മാത്രമല്ല കേട്ടോ, മുകളിലും ഉണ്ട്. പിന്നെ ഇതുപോലത്തെ ഫാൻസി ഐറ്റംസ്, അതുപോലെ ബർത്ത്ഡേ, അതുപോലെ മറ്റേ ബ്ലേസർ ടൈപ്പ് ആയിട്ടുള്ളത്, ഷെർവാണി ടൈപ്പ് ആയിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു സെക്ഷനാണ്. ഇവിടെയല്ല, മുകളിലും ഇതൊക്കെ തന്നെയാണ് വരുന്നത്. ഒരു ഏരിയ ആണെങ്കിൽ നമുക്ക് ഒരു ബഡ്ജറ്റ് എക്കണോമിക് എന്നുള്ള രീതിയിൽ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരു സെക്ഷനിലാണെങ്കിൽ മൊത്തം ഇത് കണ്ടോ, ഇതുപോലത്തെ ഐറ്റംസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി നമുക്കൊന്ന് മുകളിലേക്ക് ഒന്ന് പോവാം. ഇതൊരു കിഡ്സിന്റെ സെക്ഷനാണ് അല്ലേ? ചേച്ചിയുടെ പേര് സിന്ധു ചേച്ചി. ഇപ്പൊ ഈ ഒരു സെക്ഷൻ നോക്കുമ്പോ നമുക്ക് എന്താ വരുന്നത്? പട്ടുപാവാട, അങ്ങനെ ചോളി, ധാവണി അങ്ങനെ വരുന്ന കുട്ടികളുടെ ഐറ്റംസ് തന്നെ വരുന്നത്. കുട്ടികളുടെ ഐറ്റംസ് ട്രഡീഷണൽ ആയിട്ട് 1 വയസ്സ് തൊട്ടിട്ട് ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികളത് വരുന്നുണ്ട്. പട്ടുപാവാട വരുന്നുണ്ട്, പിന്നെ ധാവണി സെറ്റ്. അങ്ങനെ ഈ ഒരു സെക്ഷനിൽ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ് അങ്ങോട്ട് ഉണ്ടെന്ന്. ഉണ്ട്, പ്രാർത്ഥന ഉണ്ട്. പ്രാർത്ഥന നർത്തകി ടോപ്പാണ് വരുന്നത്. ഇത് പ്രാർത്ഥന എന്നുള്ള ബ്രാൻഡിൽ ഓൺ പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ്. ഇവര് 74 ബ്രാൻഡ്സ് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഇനി ഈ ഒരു സെക്ഷൻ കോട്ടൺ ഫ്രോക്ക് ആണ്. പിന്നെ അതിന്റെ ബാക്കി 20-30 വരെ സൈസ് വരും. ബ്രാൻഡ് ആയിട്ടുള്ള ഒരു കമ്പനീന്റെ ആണ്. ബ്രാൻഡഡ് കമ്പനിയുടെ ആണ് വെക്കുന്നത് അല്ലേ? ഓക്കെ. പിന്നെ ഈ ഒരു സെക്ഷൻ ഇപ്പുറത്ത് വരുമ്പോ എന്താ പറയുന്നത് ചേച്ചി? ഇവിടെ വരുന്ന ഫാൻസി ഫ്രോക്ക് ആണ്. ഈ ഒരു സെക്ഷനില് ഫാൻസി 1 വയസ്സ് തൊട്ടിട്ട് ഒരു 4 വയസ്സ് വരെ ഉള്ളത്. പിന്നെ കഴിഞ്ഞാൽ 16 to 26 വരെ എന്ന് പറഞ്ഞിട്ട് ഒരു സൈസ് വരുന്നുണ്ട്. അത് 6 വയസ്സ് വരെയുള്ള കുട്ടികളതാണ്. ആ ഒരു വെറൈറ്റി ആണ് ഈ ഒരു ഫുൾ സെക്ഷൻ ഇരിക്കുന്നത്. അഞ്ഞ് എടുക്കുമ്പോൾ നമുക്ക് എത്ര സെറ്റിൽ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് നമുക്ക്? 16 to 22 വരെയാണെന്ന് വെച്ചാൽ 4 പീസ് ഉണ്ടാവും. 16 to 26 വരെയാണെന്ന് വെച്ചാൽ 6 പീസ് ഉണ്ടാവും. അങ്ങനെ അപ്പൊ സെറ്റാണ് എടുക്കേണ്ടത്. ഒരു പീസായിട്ട് കിട്ടില്ല. അതാണ് കച്ചവടക്കാരാണ് എടുത്തെടുത്ത് പറയുന്നത്. ഹോൾസെയിലാണ്, റീറ്റെയിൽ അല്ല. എടുത്തെടുത്ത് പറയാണ്. ഒരു കസ്റ്റമർ നിൽക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് റിവ്യൂ കിട്ടോ? പറ, എന്താണ് ഇവിടെ, എന്താ പേര്? എൻ്റെ പേര് ജിസ്ന. എവിടെന്നാ വരുന്നേ? തലശ്ശേരി. ഓക്കെ. നിങ്ങൾ എങ്ങനെയാ സ്ഥിരം ഇവിടെ വരാറുണ്ടോ? വരാറുണ്ട്. ആദ്യമായിട്ടല്ല വരാറുണ്ട്. കുറെ കൊല്ലങ്ങളായി നിങ്ങളുടെ ഷോപ്പ്?
3 വർഷമായി. 3 വർഷം. കിഡ്സിന് മാത്രം ഐറ്റംസ് ആണോ? അല്ല, ലേഡീസ് ഉണ്ട്. എല്ലാതും ഉണ്ട്. എങ്ങനെയുണ്ട് നമുക്ക് ഇപ്പോൾ ഈ കോംബോ പാസിൽ വരുമ്പോൾ ഈ ഒരു പേരിൽ എന്തെങ്കിലും ഉണ്ടോ? നമുക്കിപ്പോൾ കളക്ഷൻസോ അല്ലെങ്കിൽ റേറ്റ് വൈസ് കുറവുണ്ടോ? എങ്ങനെ ഉണ്ട്, കളക്ഷൻസ് ഉണ്ട്, നല്ല കളക്ഷൻസ് ഉണ്ട്. റേറ്റും സാധാരണ നിലയിലുള്ള റേറ്റാണ്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. കൂടെ സ്റ്റാഫ്. ഓക്കെ, മുതലാളിയാണ്, ഒരു ചെറിയ മുതലാളിയാണ് നിൽക്കുന്നത്. ശരി. സിന്ധ ചിവ ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കാല്ലേ നമുക്ക്, എന്നിട്ട് അങ്ങോട്ട് പോവാം. ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടികളുടെയാ? കുഞ്ഞു കുട്ടികളുടെ. കുഞ്ഞു കുട്ടികൾ അതുപോലെ തന്നെയാണ് സെറ്റ് ആയിട്ട് വരിക. ഇത് പേടിക്കുകയാണെങ്കിൽ ഇത് 3 സൈസ് ഉണ്ടാവും, 16, 18, 20 എന്ന് പറഞ്ഞിട്ട് 1 വയസ്സ് ഇട്ടിട്ട് 3 വയസ്സ് വരെയുള്ള. 3 വയസ്സ് വരെയൊക്കെയാണ്. ഇത് ചെറിയ കുട്ടികളുടെ സെക്ഷനാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇതിനനുസരിച്ചിട്ട് നമുക്ക് ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്. വാട്സപ്പിൽ വേണമെങ്കിൽ വാട്സപ്പിൽ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് വരണമെങ്കിൽ നേരിട്ട് ഓർഡർ ചെയ്യാം. ഒക്കെ കുട്ടികളുടെ നല്ല നല്ല വെറൈറ്റീസ് ആയിരിക്കും മിക്കതും ഇവിടെ ഉണ്ട്. നല്ല നല്ല ഫ്രോക്കുകളും നല്ല കോട്ട് സെറ്റിലായാലും നല്ല രസമുണ്ടല്ലേ. ഇത് നോക്കി എന്ത് രസമൊക്കെ കാണാനായിട്ട്. അടിപൊളി ഒരു ഫ്രോക്ക്, സൂപ്പർ, ഒരു രക്ഷയില്ലാത്തൊരു സംഭവം. ഈ ഒരു സെക്ഷൻ എന്താ പറഞ്ഞാൽ? അത് ടോപ്പാണ്, കുട്ടികളുടെ ടോപ്പാണ്. കുട്ടികളുടെ എന്ന് പറയുമ്പോൾ ടീനേജ് 1 വയസ്സ് തൊട്ടിട്ട് ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികളത്. കുട്ടികളുടെ ഒരു സെക്ഷനാ വരുന്നത്. പറഞ്ഞുതരും. ഇവളാണോ ഇതിന്റെ ആള്? വേഗം പിടിവിടാണ് ഈ ഒരു സെക്ഷന്. വാ വാ വാ, ഇങ്ങോട്ട് വാ വാ. അതൊന്നും നിലത്തേക്ക് വെച്ചോ, ഇങ്ങോട്ട് വാ. ഈ ഒരു സെക്ഷനിൽ എന്താ ഉള്ളത്? ഇത് 1 വയസ്സ് മുതൽ ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നു. അപ്പൊ അവിടെയും ആ ഒരു ഐറ്റംസ്. ഇത് വെസ്റ്റേൺ ടോപ്പാണോ? വെസ്റ്റേൺ ടോപ്പ് വരുന്നുണ്ട്, ഫ്രോക്ക് ടൈപ്പ് വരുന്നുണ്ട്. ഈ വെസ്റ്റേൺ ടോപ്പ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളാണോ ഉദ്ദേശിക്കുന്നത്? ഇത് ക്രോപ്പ് ടൈപ്പ് ആണ് വരുന്നത്. ഓക്കെ. ആ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ മിക്കതും ഈ ഒരു ഏരിയയിൽ വരുന്നത്. പിന്നെ ഗൗൺ ടൈപ്പ് വരുന്നുണ്ട്, കോട്ട് സെറ്റ് വരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് എടുക്കേണ്ടത്? എത്ര പീസ്, എത്ര സെറ്റ്? ഇപ്പോൾ 24, 36 ഒരു 7 പീസ് വരും, 7 സൈസും വരും. അങ്ങനെയാണ് എടുക്കേണ്ടത് അല്ലേ? എടുക്കേണ്ടത്. ഓക്കെ. അപ്പൊ അങ്ങനെ കളക്ഷൻസ്. ഇതൊക്കെ എന്താ ചെയ്യണം? ഇത് ഗൗൺ ടൈപ്പാണ് വരുന്നത്. ഗൗൺ ടൈപ്പ്. അപ്പൊ ഗൗൺ ടൈപ്പ്, ഡങ്കറി ടൈപ്പ് അതൊക്കെ ഇവിടെ വരുന്നുണ്ട്. റോംബർ ടൈപ്പ് ഒക്കെ വരുന്നുണ്ട്. റോംബർ ടൈപ്പ്. അങ്ങനെ ബൾക്കായിട്ട് തന്നെ എടുക്കണം കേട്ടോ. വീണ്ടും വീണ്ടും എടുത്ത് പറയണത്, നമ്മൾ എത്ര വീഡിയോ ചെയ്താലും വീണ്ടും ഒരു റീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് സിംഗിൾ പീസിനായിട്ട് ഇങ്ങനെ ചോദിച്ചോണ്ടേ ഇരിക്കും. ആ ഒരു സെക്ഷനിൽ എന്തായിരിക്കണം? അവിടെയും അതൊക്കെ തന്നെയാണ്. അവിടെ 2 പീസ് ഒക്കെ വരുന്നത്. ഈ 2 പീസിന്റെ കളക്ഷൻസ്. ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിൽ ആരാ വരണേ? സിന്ധേച്ചി തന്നെ വരും. സിന്ധേച്ചിനെ ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. വേഗം വാ സിന്ധേച്ചി, വേഗം. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇപ്പോൾ 1-2 തവണയില്ല, ഞാൻ കുറെ തവണയായി വരുന്നുണ്ട്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കോട്ടന്റെ സെക്ഷനാണ് അല്ലേ? കോട്ടൺ ആണ്. കോട്ടന്റെ പലതരം സൈസസ്, പല 0 മുതൽ 42 വരെ കോട്ടൺ കിട്ടും. കോട്ടന്റെ വെറൈറ്റീസ് ആണ് അല്ലേ? കോട്ടന്റെ നല്ല കളക്ഷൻസ് ഈ ഒരു ഏരിയ. അത് എങ്ങനെ ബ്രാൻഡഡ് ആണോ? എങ്ങനെയാ? ബ്രാൻഡഡ് ഉണ്ട്. ഇവിടുത്തെ പ്രൊഡക്ഷന്റെ ഉണ്ട്. നൈനി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പ്രൊഡക്ഷന്റെ സാധനങ്ങളുണ്ട്. അതെ, ഇതിലും പൊടിമോള്, അങ്ങനെ കുറച്ച്. പൊടിമോളോ ബ്രാൻഡിന്റെ പേരാണോ? പൊടിമോള് ഇതാ ബ്രാൻഡാണ്. ഇത് പൊടിമോളാണ്. പൊടിമോളാണ്. അതെ, നമ്മുടെ പൊടിമോൾക്ക് പൊടിമോള് ബ്രാൻഡ്. ഇത് കോട്ടൺ തന്നെ. ഇതൊക്കെ ഫുൾ കോട്ടൺ സെക്ഷൻ. അപ്പൊ ഈ കോട്ടണിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സെക്ഷൻ തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എടുത്ത് പറയുന്നില്ല, സെയിം നമ്മൾ സാധാരണ ഒരു 4 പീസ് എല്ലാം 6 പീസിന്റെ സംഭവമാണ് ഇവിടെ മൊത്തം. ഈ ഒരു കോട്ടന്റെ സെക്ഷൻ എത്ര സൈസ് വരും? 0 സൈസ് ആണെങ്കിലും 6 പീസ് ഉണ്ടാവും, 16, 18 ആണെങ്കിലും 6 പീസ് ഉണ്ടാവും, 20, 30 ആണെങ്കിലും അങ്ങനെ ഓരോ സൈസിനനുസരിച്ചിട്ട് എല്ലാം 6 പീസ് ഉണ്ട്. അവിടെ ആകുമ്പോൾ 4 പീസ് വരും. അവിടെ ആകുമ്പോൾ 4 പീസിന്റെ ഉണ്ട്, 6 പീസിന്റെ ഉണ്ട്. അത് ഡിപ്പെൻസ് ആണ്. ചിലപ്പോൾ 4, 6, 8 സൈസിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് വേരിയേഷൻസ് വരും. എന്താ പേര്? അനീഷയാണോ മൊത്തം ഈ ഒരു കിഡ്സിന്റെ സെക്ഷൻ മൊത്തം നോക്കുന്നത്? ഓക്കെ. ഇവിടെ എന്തൊക്കെ ഐറ്റംസ് കിട്ടുമെന്ന് പറഞ്ഞു തന്നെ. ഇവിടെ 1 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സാണ് ഉള്ളത്. ഓക്കെ. പിന്നെ ചോളി ഉണ്ട്, ഫ്രോക്ക് ഉണ്ട്, 2 പീസ് ഉണ്ട്, പലാസ ഉണ്ട്. 2 പീസ് അവിടെയുള്ളത്. 2 പീസ് അവിടെ. ഓക്കെ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ ഒരു ബ്ലാക്ക് ഒരു ഇന്നലെ ഇന്ന് കയറിയിട്ടുള്ളൂ ഇത് അല്ലേ? ഇന്ന് തട്ടിൽ കയറിയിട്ടുള്ളൂ ഈ ഒരു പീസ് കേട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത ഇത്. അതാണ് ആൾക്കാർ കണ്ട അപ്പൊ തന്നെ ആ സാധനം പോവും. അപ്പൊ നമ്മൾ വന്ന സമയം നന്നായി എന്തായാലും കാണിക്കാൻ പറ്റില്ല. പക്ഷെ എപ്പോഴും ഇത് ഉണ്ടാവണില്ല, മാറിക്കൊണ്ടിരിക്കും. ഇത് ഡ്രസ്സിന്റെ ഒന്ന് കളക്ഷൻസ് ഒന്ന് നോക്കട്ടെ നമുക്ക്. ഇത് ഫുൾ ഫ്രോക്ക് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലോ അല്ലെ? അത്രയും സ്റ്റോക്ക് ഉണ്ട്, അത്രയും റേറ്റ് കുറഞ്ഞ. റേറ്റ് എത്രയൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷെ റേറ്റ് കുറവുള്ള ഐറ്റംസ് ആണ്. എന്നുവെച്ചാൽ നമുക്ക് ബഡ്ജറ്റോട് ഒതുങ്ങിയത് അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് മെയിനായിട്ട് ഈ ഒരു സെക്ഷൻ ഫുൾ ഉള്ളത് കേട്ടോ. അത് നെറ്റിലായാലും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് 2 പീസ് പെൺകുട്ടികളെ സെറ്റ് മീഡിയ ഉണ്ടാവുന്നത്. ഓ, അങ്ങനെ.
അപ്പൊ അവിടെയും കുറെ ഇതുപോലത്തെ ഒക്കെ കാണുന്നുണ്ടല്ലോ. അതിനെക്കാട്ടും കുറച്ചും കൂടി റേഞ്ച് കൂടിയതാ ഉണ്ടാവുക. ഓ അങ്ങനെ സെക്ഷൻ ബോക്സ് ആയിട്ട് ഉണ്ടാവുക, ഇവിടെ ഹോണസ്റ്റി ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ ഓക്കെ. ഈ അങ്ങനെ സെക്ഷൻ തിരിച്ചിട്ടുണ്ട് അല്ലേ? അതാണ് ഇങ്ങനെ വരാനുള്ള റീസൺ കേട്ടോ. അപ്പൊ കളക്ഷൻ മിഡിയാണ്, അത് പാന്റാണ്. ഇത് മെറ്റീരിയൽ സെക്ഷൻ. ഈ ഒരു സെക്ഷൻ ഇവിടെ വരുമ്പോ ടോപ്പ് ആൻഡ് പാന്റ് വരും. ഓ അങ്ങനെ. പാന്റ് എന്ന് പറയുമ്പോ ഇങ്ങനെ കേട്ടോ, ഈ ഷർട്ടും പിന്നെ അതിന് കൂടെ പാന്റ് അങ്ങനെ. ഓക്കെ. പിന്നെ ഈ ഒരു സെക്ഷൻ പിന്നെ എന്താ വരുന്നത്? ഈ ഒരു സെക്ഷൻ പിന്നെ എന്താ? ഇത് ചോളി. ഒരു 10 വയസ്സിന്റെ മുളകുട്ടികളുള്ള. എത്ര വയസ്സ് വരെ നോർമലി കിട്ടും? ഇത് ചോളി 5 വയസ്സ് മുതൽ 1 വയസ്സ് മുതൽ 15 വയസ്സ് വരെ. 15 വയസ്സ് വരെ. അപ്പൊ 15 വയസ്സ് വരെ ഇവിടെ കളക്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ഗ്രീൻ കാണാനായിട്ട് മറക്കരുത്, നല്ല അടിപൊളി ഒരു പീസാണ്, നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രീൻ നല്ല, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ന് ഇറങ്ങിയതാന്ന് തോന്നുന്നു. ഇന്ന് ഇറങ്ങിയതല്ലേ? ആ ഒരു ബ്ലാക്കിന്റെ കൂട്ടത്തിൽ ഇതും ഇറങ്ങിയില്ല. പിന്നെ ഈ ഒരു കളക്ഷൻസ് ജസ്റ്റ് ഇങ്ങനെ ഒളിപ്പിച്ച് നോക്കാം കേട്ടോ. കുറെ ഉണ്ട്. ഇതൊക്കെ എടുത്ത് കാണിക്കുക, എന്തൊക്കെ കാണിക്കുന്ന ഒരു ഊഹമില്ല. കാരണം എപ്പോഴും വന്നും പോയി ഇരിക്കുന്നത് കൊണ്ടേ അല്ലേ? എപ്പോഴും ഇങ്ങനെ വന്നും പോയി ഇരിക്കില്ലേ? എത്ര മണി വരെ ഉണ്ട് കട? 9 മണി വരെ. 9 മണി വരെ കടയുണ്ട്. അപ്പൊ എപ്പോ വന്നാലും എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വന്നാലും കളക്ഷൻസ് കണ്ടു തീരില്ല. അത്രയും ഉണ്ട് സ്റ്റോക്കും കളക്ഷൻസ്. ഇപ്പൊ ഈ നിലത്ത് ഇരിക്കണതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അത്രയും സ്റ്റോക്ക് നിറഞ്ഞിരിക്കുകയാണ്. എൻ്റെ പേര് അനീഷ. അപ്പൊ നാണൊക്കെ മാറിയില്ലേ? അപ്പൊ ഈ സ്റ്റോക്ക് ഇത്ര അധികം ഉണ്ട്. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. ഇതിപ്പോ ഫുൾ മെൻസിന്റെ ഒരു സെക്ഷൻ, മെൻസും അതുപോലെ ബോയ്സിന്റെ സെക്ഷനിൽ. ഇപ്പൊ ഇവിടെ ഈ ഒരു സെക്ഷനിൽ എന്തായിരിക്കണടാ? 5 സ്ലീവ്, ഹാഫ് സ്ലീവ്, പിന്നെ ഡൗൺ ഷോൾഡർ, കോളർ വരുന്നത് പോളോ. അങ്ങനെ ബനിയന്റെ ഒരു കളക്ഷൻ ആണ്. ഓക്കെ. ബനിയന്റെ ഒരു കൗണ്ടറാണ് ഈ കൗണ്ടർ. അപ്പൊ ഓരോരോ കൗണ്ടർ വൈസ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കണത് അല്ലേ? അപ്പൊ ഈ ഒരു കൗണ്ടറിൽ എന്താ വരുന്നത്? ഇവിടെ പ്ലെയിൻ ഷർട്ട് വരുന്നുണ്ട്, ചെക്ക് പ്രിന്റ്, അതേപോലെ തന്നെ സൈസ് മിക്സ് വരുന്നുണ്ട്, കട്ട് സൈസ്. അങ്ങനത്തെ ഒരു സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ. ഇതിൽ ബോക്സ് അങ്ങനെ ബ്രാൻഡ് ഒക്കെ ഉണ്ടോ? ഉണ്ട്, ലൈറ്റ് മാക്സ്, സിഗ്നേച്ചർ. അങ്ങനെ ഇതൊക്കെ എന്താ സംഭവം? ഇതൊന്ന് പറഞ്ഞേ. ഇതൊക്കെ സൈസ് മിക്സ് ആയിട്ട് വരും. M, L, XL 3 സൈസ് വരും. അങ്ങനെ സൈസ് മിക്സ് ആയിട്ട് വരുന്നതുണ്ട്, അല്ലാത്തതും ഉണ്ട്. ബോക്സ് പീസ് ആകുമ്പോൾ സൈസ് സിംഗിൾ ഏത് വേണേലും എടുക്കാം. ഇതിന് ഏത് വേണേലും ചൂസ് ചെയ്യാം, വേണ്ട സൈസ് ചൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതിന്ന് പറഞ്ഞെടുത്തു അങ്ങനെ ബോക്സ് ആയിട്ട് ഫുൾ ഒരു 4 പീസിന്റെ അങ്ങനെ എടുക്കണം എന്നില്ല, നിർബന്ധമില്ല. അപ്പൊ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ഷർട്ടിന്റെ ഒരു സെക്ഷനാണ്. സിഗ്നേച്ചറും പിന്നെ ഓട്ടോ, ലൈറ്റ് മാക്സ്, ഓൾട്ടോ, പിന്നെ അങ്ങനെ. അപ്പൊ ഈ ഷർട്ട് എന്ന് പറഞ്ഞാൽ കാണിക്കണ്ടല്ലോ, അറിയാം എല്ലാവർക്കും. പ്രിന്റ് ഷർട്ട് പിന്നെ ഒക്കെ പ്രിന്റിലുണ്ട്, പ്ലെയിനിലുണ്ട്. ഇതൊക്കെ ഡബിൾ ഷെയ്ഡാ വരുന്നതല്ലേ? അതൊന്നും എടുത്ത് നല്ല രസമായിട്ടുണ്ടല്ലോ. ഇതാ ഇത് ഒരു ഷർട്ടിന്റെ കളക്ഷൻ. പിന്നെ ആ ഒരു അപ്പുറത്തെ ഒരു ലൈനുള്ളത് എടുത്തേ, ഇതും നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രസമായിട്ടുണ്ട്. ഇതിപ്പോ ഇവിടെ ഇരിക്കണത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. എപ്പോഴും ഇത് തന്നെ ഉണ്ടാവണമെന്നില്ല, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് ഒക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു സെക്ഷൻ ഇനി എന്താ വരുന്നത്? ഇപ്പുറത്ത് വരുന്നപ്പോ ഇവിടെ ഹാഫ് സ്ലീവ് ആണ് വരുന്നത്. പ്ലെയിന്, ചെക്ക്, പ്രിന്റ്. അതൊന്നൊന്ന് പൊന്തിച്ചൊന്ന് കാണിച്ചു തന്നെ. പ്ലെയിൻ എന്ന് പറയുമ്പോ ഈ പ്ലെയിൻ ഇത് ഫുൾ അല്ലേ? ഇത് ഫുൾ എന്ന് പറയുമ്പോ ഇതില് ഈ കളർ മൊത്തം എടുക്കണോ? ഒരു കളർ എടുത്താലേ M, L, XL 3 സൈസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് എടുക്കേണ്ടത്. ഈ ഭാഗത്ത് മൊത്തം പ്ലെയിനും പിന്നെ വരുന്നത് പിന്നെ ചെക്ക്, പ്രിന്റ് ആ ഒരു മോഡൽ വരും. പിന്നെ ഹാഫ് സ്ലീവില് ഇങ്ങനെ കളക്ഷൻസ് ഉണ്ടെന്നല്ലേ? അത് മെറ്റീരിയൽ ഒക്കെ മാറും കേട്ടോ. അത് ഞാൻ എടുത്ത് പറയുന്നില്ല. ഷർട്ട് പിന്നെ കാണുമ്പോൾ ഉള്ള ഒരു ലുക്കാണല്ലോ. ഇപ്പൊ ഈ ഒരു ടൈപ്പ് ഷർട്ടാണെന്ന് തോന്നുന്നു നീ ഇട്ടിരിക്കണത്, നല്ല പൂക്കളായിട്ടുള്ളത് അല്ലേ? കണ്ട ഇതുപോലത്തെ അത് എടുത്ത കാണിച്ച 2-3 കൂടി കാണിക്കേ. കണ്ട ഇതിന്റെ പ്രിന്റുകളാണ്, അടിപൊളി പ്രിന്റാണ്. ഇതിൽ വരുമ്പോ മീഡിയം, ലാർജ്, XL. പ്ലസ് സൈസുകാർക്ക് ഇല്ല അല്ലേ? ഇല്ല. പ്ലസ് സൈസുകാരല്ല, നമുക്ക് നോർമൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ലിറ്റിൽ മാക്സ്, പിന്നെ ഇത് ഓട്ടോ, ഇതൊന്നും നോക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഇതൊന്നും ഒന്നുമല്ല, ഗോഡൗൺ വേറെ ഉണ്ട് അതിൽ അല്ലേ, ബാക്കിലാണ്. അത് പോയി കഴിഞ്ഞാൽ ഫുൾ ബോക്സ് ആയതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിക്കാത്തത്. പിന്നെ ഇപ്പുറത്തെ സൈഡ് വരുമ്പോ എന്താ? ഇത് സിംഗിൾ ബോക്സ് ന്യൂ ബോണ്ട്. ഈ ഒരു സെക്ഷനിൽ നീ അല്ല, അത് വേറെ ആളാണ്. ഇവിടെ എന്താ ഈ ഒരു സെക്ഷനിൽ ആരാ? അത് നിനക്കറിയാലോ. അത് പറയും. അതാ ചേച്ചിയാണ്, അത് ചേച്ചിയാണ്. ഓരോരോ സെക്ഷനിലും ഓരോരോ സ്റ്റാഫുമാരാണ്. ഈ ചേച്ചി പറഞ്ഞാൽ മതി, നമുക്കൊന്നും അറിയുന്നില്ലെങ്കിലും പറഞ്ഞു. എല്ലാം അറിയാം. ഹാഫ് കൈ ഉണ്ട്, ഫുൾ കൈ ഉണ്ട്, 5 സ്ലീവ് ഉണ്ട്,
അങ്ങനെ ഇപ്പൊ ഈ ഇതിലിരിക്കുന്ന സൈസസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഇത് 22, 30 വരും, പിന്നെ 32, 38 വരും. അങ്ങനെ കുട്ടികളുടെ സെക്ഷൻ ആണ്. കിഡ്സ് ഷർട്ട് എത്ര വയസ്സ് വരെയൊക്കെ നമുക്ക്? വയസ്സ് തൊട്ട് 16, 17 വയസ്സ് വരെ. 17 വയസ്സ് വരെയൊക്കെയുള്ള ഷർട്ടിന്റെ ഒരു ഇപ്പൊ ഈ ഡിസ്പ്ലേ നോക്കണ്ട കേട്ടോ. ഈ ഇരിക്കണത് മൊത്തം ഇവിടെ വേറെ വേറെ ഡിഫറെന്റ് വെറൈറ്റികളൊക്കെ തന്നെയാണ്. അപ്പൊ ഒന്നും നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നില്ല. സ്റ്റോൺ വർക്കിൽ വരുന്ന സ്റ്റോൺ വർക്കിലും ഉണ്ടോ കുട്ടികൾക്ക്? ഇതും കുട്ടികളിലല്ലേ ഷർട്ട്? ഡബിൾ ഷെയ്ഡില്, ഇത് ചെക്കില് ഫുൾ സ്ലീവ് വരുന്നത്, ഇത് സ്റ്റോൺ വർക്ക്. അവിടെയും ഉണ്ട് ചേച്ചി കാണിക്കണത്. ഇതിപ്പോ കുറച്ച് എന്താ പറയുക, സെലിബ്രിറ്റീസ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങള്. ഇത് കുട്ടികൾക്ക് ഇറക്കിയിട്ട് അല്ലേ? ഇതെന്ന് പറയുമ്പോൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ്. മറ്റേതൊക്കെ പറയുമ്പോൾ കറക്റ്റ് ഇങ്ങനെ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതും ഉണ്ട് അല്ലേ? ആഹാ, ഇതാണ് ഇപ്പൊ കൂടുതൽ കൂടുതൽ പോകുന്നത്. എന്നാൽ ബൾക്ക് ഇഷ്ടംപോലെ ഉണ്ട്. ഈ കാണുന്നത് മൊത്തം എന്താ ബൾക്ക് ഐറ്റംസ് ഒക്കെ ഷർട്ടിന്റെ കളക്ഷൻസാണ് വരുന്നത്. അതിൽ നിന്ന് ഒരു 2-3 മോഡലൊന്നും നമുക്ക് എടുത്ത് കാണിക്കുമോ? ഇവിടെ 2-3 കളക്ഷൻസ്. ഇതൊക്കെ വരുന്നത് പ്ലെയിനില്. ഇത് നമ്മൾ ആ വർക്ക് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പൊ ചേച്ചി ഇതിൽ ഇത്രയും അധികം കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ കളേഴ്സ് മൊത്തം എടുക്കണോ? എങ്ങനെയാ മൊത്തം എടുക്കണം? ഈ മൊത്തം മിക്സ് ആയിരിക്കും. സിംഗിൾ കളർ. അങ്ങനെ. അപ്പൊ അതിന്റെ ഡീലിംഗ് ഒക്കെ നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ നേരിട്ട് വരുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഇപ്പൊ എന്താ പറയുക, തിരക്കുള്ള സമയമൊക്കെയാണ്. അപ്പൊ നേരിട്ട് വരണമെങ്കിൽ എവിടേക്കാ വരേണ്ടതെന്ന് നമ്മൾക്ക് നമ്മുടെ സുജിതേട്ടൻ പറയും. സുജിതേട്ടൻ ഇങ്ങോട്ട് പോയി. ഞാൻ പെട്ടെന്ന് ഒരു കണ്ടു. സുജിതേട്ടൻ ശരിക്കും നേരിട്ട് വരാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരണം. നമ്മൾ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് സെഞ്ചുറി കോംപ്ലക്സിൽ മണിയൻ വാസു കോമോ പാസ്. അതാ. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് കിഡ്സ് ഉണ്ട്, ജെന്റ്സ് ഉണ്ട്, ന്യൂ ബോൺ മുതൽ എല്ലാം ഉണ്ട്. ന്യൂ ബോൺ, കിഡ്സ്, ബോയ്സ്, ഗേൾസ്, ജെന്റ്സ്, ലേഡീസ്, വെഡിങ് സാരീസ്, റെഡിമെയ്ഡ് ബ്ലൗസസ്, ലേഡീസിന്റെ ടോപ്സ്, കുർത്തീസ്, ചുരിദാസ്, ബോട്ടം അങ്ങനെ തുടങ്ങിയ എല്ലാ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഞാൻ സ്പെസിഫിക് ആയിട്ട് ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മണിക്കൂറോളം ഇങ്ങനെ രാവിലെ നേരത്തോടെ വരാം. കളക്ഷൻസ് എപ്പോഴാ നമ്മൾ കണ്ടു കഴിയാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും അധികം. പിന്നെ ക്യൂ ആണ്. ആകെ കുറച്ച് പേരായിട്ട് വിടുന്നുള്ളൂ അകത്തേക്ക്. കസ്റ്റമർ വെയിറ്റിംഗ് ആണ്. എല്ലാവരും ഫുൾ ആയിട്ട് ഇരിക്കുകയാണ്. അതെ, താഴത്ത് വന്നാലും അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇവര് മൊത്തത്തിൽ ഇങ്ങനെ ആൾക്കാരെ തള്ളി വിടും, അല്ല തിരക്ക് ഇങ്ങനെ കൂടുതൽ കാണിക്കില്ല. വരുന്നൊരു സ്പേസ് എടുത്ത് കുറച്ച് ടൈം എടുത്തിട്ട് അവർ കണ്ട് ചൂസ് ചെയ്തിട്ട് മാത്രം ഇറങ്ങാൻ പാടില്ല. എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ഇരുന്ന് നോക്കിയെടുക്കാൻ പാകത്തിനുള്ള അത്രയും സാമ്പിൾസ് ഇവിടെ അവൈലബിൾ ആണ്. അതെ, എല്ലാരും കൂടി തിക്കും കൂടി കഴിഞ്ഞാൽ ആർക്കും ഒന്നും ഇല്ലാണ്ടാവും. അപ്പൊ വരുമ്പോ എല്ലാരും സഹകരിച്ച് വരാം. പിന്നെ ഇപ്പൊ ഈ പെരുന്നാളുടെ സീസണൊക്കെ നമ്മൾ നോയമ്പിന്റെ സമയം ആകുമ്പോഴാണല്ലോ പർച്ചേസിങ് കൂടും. പിന്നെ പെരുന്നാൾക്കൊക്കെ ആകുമ്പോൾ ഹോൾസെയിൽക്കാർക്ക് ഈ സമയമാണല്ലോ. അതെ, ബാക്ക് ടു ബാക്ക് ഇനി ബക്രീദ് വരുവാണ്. അതെ, പിന്നെ ഈസ്റ്റർ ഉണ്ട്. ഞങ്ങളുടെ കാര്യം അങ്ങനെ ബാക്ക് ടു ബാക്ക് ഫെസ്റ്റിവൽസ് വരുമ്പോ അവർക്കുള്ളത് പറയുമ്പോൾ ഈ ഒരു ടൈമാണ് അവരുടെ ഈ ഹോൾസെയിൽക്കാർക്ക് കച്ചവട ടൈം. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ നല്ല തിരക്കുള്ള സമയമാണ്. അതും പ്രത്യേകിച്ച് കോഴിക്കോട് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ബക്രീദിന് അടിപൊളിയാണ് അല്ലെ? കർണാടക സൈഡും ഇപ്പം ഇന്ന് തന്നെ ഒരുപാട് പേരുണ്ട് കർണാടക സൈഡിൽ വരുന്നുണ്ട് അല്ലെ? ഇനി നമുക്ക് ടോപ്സ് അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണിക്കാനുണ്ട്. അതും കൂടി ഒന്ന് കാണിക്കട്ടെ. അപ്പൊ ഞാനൊന്ന് അങ്ങോട്ടും കൂടി പോയിട്ട് വരാം കേട്ടോ. ഓക്കെ. പിന്നെ ഹോൾസെയിലിന്റെ കാര്യം എടുത്ത് പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ സൂചിപ്പിച്ചിട്ടുണ്ട്, എന്നാലും ഒന്ന് സൂചിപ്പിച്ചോ. മറക്കണ്ട, അത് ഹോൾസെയിൽ മാത്രമാണ്, നോ റീറ്റെയിൽ. സിംഗിൾ പീസിനെ എൻക്വയറിക്ക് ആയിട്ട് ആരും കോൺടാക്ട് ചെയ്യരുത് ദയവേത്. കാരണം നമ്മൾ ബിസിനസ് ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ളൊരു സമ്പൂർണ്ണ ഹോൾസെയിൽ ഷോപ്പാണ് മണിയൻ വാസു കോമോ പാസ്. അതാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് എന്താ വരുന്നത്? ബോയ്സിന്റെ ബോട്ടം വെയർ സെക്ഷൻ. ബോയ്സിന്റെയും അതുപോലെ ജെന്റ്സിന്റെയും ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന കളക്ഷൻസ് ആണ് ഈ ഒരു. ഇത് ഫുള്ള് സാമ്പിൾസ് ആണ്. ഇതിന്റെ സ്റ്റോക്ക് വേറെ കൗണ്ടാവും. ഇത് ഫുൾ സാമ്പിൾസ്. അപ്പൊ ഇവിടുന്ന് എടുത്ത് നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് സ്റ്റോക്ക് ഔട്ട് അവിടുന്ന് എടുത്തിട്ട് കൊണ്ടുവരും. എന്നിട്ടാണ് നമുക്ക് ബില്ലിങ് അങ്ങനെ പോണത്. അപ്പൊ ഈ ഇരിക്കുന്നതും ഓരോരോ സാമ്പിൾസ്. എന്തോരം എടുത്ത് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ ബാഗി, പാരഷൂട്ട്, പിന്നെ റിബുള്ളത്, പിന്നെ ഇപ്പോഴത്തെ ഷെയ്ഡഡ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അതും ഈ ഒരു സെക്ഷനിലുള്ളത്. അതും ബോയ്സും ജെന്റ്സിന്റെ ബോട്ടം വേറെ സെക്ഷൻ. ഇനി ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നല്ല തിരക്കുണ്ടല്ലോ. നല്ല തിരക്കാണ്. റംസാൻ എന്റെ തിരക്ക് തുടങ്ങിയാണ്. ഈ റംസാന്റെ തിരക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പെരുന്നാൾക്ക് നോയമ്പ് പിടിക്കുന്ന സമയത്താണ് ഈ ഒരു തിരക്ക് തുടങ്ങുക. അപ്പൊ ഇവിടെ ഈ ഒരു കുർത്തിന് ജീൻസ്, അപ്പൊ ലേഡീസിന്റെ ജീൻസ് ഒക്കെ ഇത് ഭാഗത്താ ടോപ്പിന്റെ ഇവിടെ തന്നെയാണ്. അപ്പൊ ഇതുപോലെ തന്നെ വെസ്റ്റേൺ വെയർസ്, ടോപ്സ്, പിന്നെ 2 പീസ് കോട്ട് സെറ്റ് ഒക്കെ ട്രെൻഡിങ് ആയ ഷോർട്ട് കുർത്തിയാണ് ഇത് മൊത്തം ഇവിടെ ഇരിക്കണത് അല്ലേ? ഓ, മൽച്ചന്തേരി ഈ സൈഡിൽ ഇരിക്കണം. മൽച്ചന്ത് ഇതിപ്പോ ട്രെൻഡിൽ പോണതാണോ? ഇത് അജറക്കിന്റെ
അജ്രക്കിന് പിന്നെ ഓൾറെഡി നമുക്ക് ട്രെൻഡിലുള്ളതാണ് ഷോർട്ട് കുർത്തി, അതുണ്ട്. അതുപോലെ ഇത് പിന്നെ ഇതും ഒരു ടോപ്പ് തന്നെയാണ് അല്ലെ? ഇതും ഒരു ടോപ്പ് വെസ്റ്റേൺ ടോപ്പാണ്. വെസ്റ്റേൺ അല്ലേ? ടോപ്പിന്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് ഒരു 3-4 ബ്രാൻഡ്, എത്ര ബ്രാൻഡ്? 3 ബ്രാൻഡ്. ഏതൊക്കെയാ? വിമൻസി, ദക്ഷ, വൈഗ. ഈ ഒരു ബ്രാൻഡിൽ ഇവർ ഓൺ പ്രൊഡക്ഷൻ ചെയ്യുന്നത് കൊണ്ട് വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്രയും തിരക്ക്. ഈ ഒരു തിരക്കൊന്നും ഓടിപ്പിച്ചൊന്ന് കാണിച്ചോ, എന്നിട്ട് നമുക്ക് കുറച്ച് കളക്ഷൻ വേണമെങ്കിൽ കൊണ്ട് നോക്കാം. ഇത് ഫുൾ ടോപ്പിന്റെ ഒരു സെക്ഷനാണ് വരുന്നത് അല്ലേ? ടോപ്പിന്റെ വെറൈറ്റീസ് എന്ന് വെച്ചാൽ ഇവർക്ക് ഓൺ യൂണിക്ക് ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തിരക്ക്. ഈ തിരക്ക് മിക്കതും നല്ല എന്താ പറയാ റേറ്റ് കുറവിനും കിട്ടാൻ സാധ്യത. നമുക്ക് കുറച്ച് കളക്ഷൻ കാണിക്കാം. ഇവിടെ ഇരിക്കുന്നത് തന്നെ കാണിച്ചാലോ? ഇതൊക്കെ സംഭവം. ഇത് ഗൗണ് ഇപ്പൊ പെരുന്നാളല്ലേ, അതിന്റേതായ ട്രെൻഡിങ്ങിൽ. ഓ, പെരുന്നാള് അപ്പൊ സീസൺ അനുസരിച്ചിട്ട് ഓരോരോ ഐറ്റംസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ട്രെൻഡിങ് ആയ കോഡ് സെറ്റ്. ഓ, കൂടുതൽ കോഡ് സെറ്റ് ആണല്ലോ കളിക്കുന്നത്. അതെ, കോഡ് സെറ്റ്. അപ്പൊ 2 പീസ് കോഡ് സെറ്റ്, അതുപോലെ സിംഗിൾ കുർത്തി. ട്രെൻഡിങ് കോഡ്. ഇപ്പൊ ഇത് കോഡ് സെറ്റ് എന്ന് പറയുമ്പോ എങ്ങനെയാ സൈസസ് ഒക്കെ എടുക്കാം? എല്ലാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ തൊട്ട് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, വലിയ സൈസും വരും. പ്ലസ് സൈസസും അവൈലബിൾ ആണ്. ഇത് അങ്ങനെ സെറ്റ് എടുക്കണം കേട്ടോ. ഇതൊക്കെ ഷോർട്ടിൽ വരുന്ന വെസ്റ്റേൺ കളക്ഷനിലേക്ക് വരുന്നു. വെസ്റ്റേൺ ടോപ്സ് അതൊക്കെ ഈ ഒരു സെക്ഷനാണ് വരുന്നത് അല്ലേ? ഈ ടോപ്പ് സെക്ഷനിലെല്ലാം വരും ഈ ഇതിലല്ലേ? ഓക്കെ, ഇതൊക്കെ വന്നു. നല്ല ഫ്രഷ് പീസ്. ഇത് കസ്റ്റമർ എടുത്ത് വെച്ചതാന്ന് തോന്നുന്നുണ്ട്. നമ്മളിങ്ങനെ എടുത്ത് ഓരോന്നോരോന്ന് കാണിക്കണത്. ടോപ്പിന്റെ സെക്ഷൻ അപ്പൊ ടോപ്പും അതുപോലെ തന്നെ വെസ്റ്റേൺ ടോപ്പിന്റെയും കളക്ഷൻസ്, പിന്നെ ബോട്ടം വെയറും ഉണ്ട് ലേഡീസിന്റെ. ഈ ഒരു സെക്ഷൻ ലേഡീസും അതുപോലെ ജെന്റ്സിന്റെ. ഇതും നല്ല നല്ല അജ്രക്കിന്റെ ഷോർട്ട്. ഓ, അപ്പൊ വുമൻസി ബ്രാൻഡാണ്. വുമൻസി ബ്രാൻഡ് ഇതൊരു ബ്രാൻഡ്. പിന്നെ ഫീഡിങ് തന്നെ നമ്മളെ ബ്രാൻഡ് ഫീഡിങ്ങും ചെയ്യുന്നുണ്ട് നിങ്ങള്? ഓക്കെ, ഫീഡിങ് കുർത്തീസും ഇവർ ഓൺ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ഹാൻഡ് വർക്കിലും ചെയ്യുന്നുണ്ട്. ഗ്രേറ്റ്. അപ്പൊ ഈ ഒരു കളക്ഷൻ ഇവിടെ തീരുന്നില്ല. പക്ഷെ നമുക്ക് ഇനി ബോട്ടം വേറെ സെക്ഷനിലേക്ക് ഒന്ന് പോയാലോ? ഇത് കോട്ടന്റെ ആണോ? ഇതൊക്കെ കോട്ടന്റെ വിമൻസി തന്നെ. വിമൻസില് കോട്ടന്റെ കേട്ടോ. പിന്നെ നമുക്ക് ഈ ബോട്ടം വെയർ സെക്ഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. ബോട്ടം വെയറും അതുപോലെ തന്നെ ഈ സ്കേർട്ട്, ഡെനിമിന്റെ സ്കേർട്ട്, ഇതൊക്കെ ആ ഭാഗം അല്ലേ? ബാഗി. ഒന്ന് നോക്കിയിട്ട് നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോവാം. ഈ സെക്ഷൻ ഇവിടെയും സാമ്പിൾ തന്നെയാണ് ഇരിക്കുന്നത്. സാമ്പിൾ ആണ് ഇരിക്കുന്നത്. പോക്കറ്റ് ബാഗ് ഉണ്ട്. ഒന്ന് എടുത്ത് കാണിക്കാൻ. ഇത് അതെ, എടുത്ത് കാണിക്കാൻ പറയുമ്പോ കയ്യിലിരിക്കുന്ന സാധനം പിടിച്ചോന്ന്. ഇതൊന്നൊരു സ്കേർട്ടാ. ഇത് സ്കേർട്ട്, പോക്കറ്റ് ബാഗ്, പോക്കറ്റ്. ഗേൾസിന്റെയും അതുപോലെ വലിയവർക്കുള്ള ലേഡീസിന്റെയും ഇവിടെ തന്നെയാ. ഓ, പിന്നെ ഇതിന്റെ കുറച്ച് ഗ്ലിംസ് ഇവിടെ. സ്കേർട്ട്, ഡെനിമിന്റെ പാന്റ്, അതുപോലെ സ്കേർട്ട്, പല കളേഴ്സും അവൈലബിളാ. ഇതിലും ഈ കളേഴ്സ് ഒക്കെ മാറ്റുണ്ട് കേട്ടോ സ്കേർട്ടിന്റെ. നമുക്ക് അതൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഏത് എപ്പോ എങ്ങനെയെന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ഇത് സാമ്പിൾസ് ആയിരിക്കണം. ഇതിന്റെ ഗോഡൌൺ എവിടെയാ? ഇതിന്റെ ഗോഡൌൺ ഇവിടെ. ഗോഡൌൺ ഒന്ന് കണ്ടിട്ട് വരാത്. ഇപ്പൊ സമ്മർ റാക്ക് കലിയാൻ നോക്കണ്ട, ഇപ്പൊ പൊട്ടിക്കാൻ കിടക്കണുള്ളൂ. എന്റെ പൊന്നു, ഇതാണ് ആക്ച്വൽ ഗോഡൌൺ എന്ന് പറയണത്. ഇവിടെ നിന്നാണ് ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്യണത്, കൊണ്ടുപോവാല്ലേ. ഇതിപ്പോ ജീൻസിന്റെ മാത്രം ഗോഡൌണാ? ജീൻസിന്റെ മാത്രം ഒരു ഗോഡൌണാ കാണുന്നത്. എന്നാ ബാക്കിയുള്ള ഐറ്റംസിന്റെ ഒക്കെ ഗോഡൌൺ വേറെയാണ്. അത് ഇതിൽ പെടുത്താൻ പറ്റില്ല നമുക്ക്. ഇത് ഫുൾ ഒരു ഗോഡൌൺ ജീൻസിന്റെ, ബോയ്സിന്റെ ഗോഡൌൺ, ബോയ്സിന്റെ, ലേഡീസിന്റെ, അതുപോലെ ടീനേജ് പിള്ളേർക്കുള്ളത് എല്ലാവർക്കും ഉള്ള ഗോഡൌൺ സെക്ഷൻ ആണ് ഈ ഒരു സെക്ഷൻ വരുന്നത്. അപ്പൊ സെറ്റ് എന്ന് പറയുമ്പോ എങ്ങനെയാ സെറ്റ് എടുക്കേണ്ടത് അതും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെ? ഇത് എങ്ങനെയാ പറഞ്ഞേ? ഇത് 32 മുതൽ 40 വരെയാണ് ഈ ഒരു ഇതിലുണ്ടാകും സൈസ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ എടുത്തു അത് അങ്ങനെ തന്നെ. ഇതിപ്പോ ജീൻസ് ആണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. അല്ല, ജീൻസ് മാത്രമല്ല ഇവിടെ ഈ ഫോർമൽ പാൻസും അവൈലബിൾ ആണ്. അത് സൈസ് മിക്സ് ആണ്. ഇത് സൈസ് മിക്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഫോർമൽ പിന്നെ ഈ യൂണിഫോം പാൻസ് അങ്ങനത്തെ അതുകൊണ്ട്. അപ്പൊ നമ്മള് ബോട്ടം വെയർ ഒരു സെക്ഷൻ കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടേക്കൊക്കെ കുറെ ഉണ്ട്. ഇവിടെ വെളിച്ചം ഉണ്ടാവും അത്യാവശ്യം. ഈ ഗോഡൌണിൽ വെളിച്ചം നോർമലി ഇത്തിരി കുറവായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ വെളിച്ചുള്ള സ്ഥലത്ത് അല്ല, തുണികൾ കംപ്ലൈന്റ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഗോഡൌൺ സൈഡിലൊക്കെ വെളിച്ചം ഇത്തിരി കുറവ് വെക്കുന്നത്. അല്ല, ഡാമേജ് ആവാൻ സാധ്യത കൂടുതലായിരിക്കും. അതുകൊണ്ടാണ്. പുറത്തൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല വെളിച്ചം ഉണ്ട്. അപ്പൊ ഗോഡൌൺ ഏരിയ ആണ് ഈ ഫുൾ കാണുന്നത്. എന്തായാലും നമുക്ക് ലൊക്കേഷൻ ഉണ്ട്, ഫുൾ കവറിലാണ്. അപ്പോൾ അതൊന്നും ഞാൻ ഇനി കാണിക്കാൻ നിൽക്കുന്നില്ല. എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് അവസാനിപ്പിക്കാം. താഴത്ത് പോയിട്ടൊന്ന് നമുക്ക് ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ കുട്ടീനെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് വിട്ട് കളയാം. എന്താ പേരെന്ന് പറഞ്ഞത്?
മുംതാസ്. ഓക്കെ, റംസാനിന് കാണാം. ഓക്കെ. ശരി. അപ്പൊ നമ്മുടെ ശരിക്കും എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് മാർക്കറ്റില് പുതിയ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് സെഞ്ചുറി കോംപ്ലക്സിൽ ഏതൊക്കെ ഫ്ലോറിലാണ് ശരിക്കും? നമ്മൾ ശരിക്കും ഇവിടെ എല്ലാ ബിൽഡിങ്ങിലും ടോപ്പ് ഫ്ലോർ നമ്മൾ ഇതാണ് എടുത്തുവെച്ചിരിക്കുകയാണ്. അപ്പൊ അവരുടെ രാജ്യമാണത്. അപ്പൊ ലിഫ്റ്റിൽ കയറുമ്പോ മൂന്നാമത്തെ ബട്ടൺ അമർത്തിയോളാം. മൂന്നാമത്തെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഡയറക്റ്റ് കാല് കുത്തുന്നത് സെഞ്ചുറി കോംപ്ലക്സിൽ വരുന്ന സമയത്ത് നമുക്ക് 3 ബോർഡിലായിട്ട് പേര് എഴുതി കാണാം, മണിയൻ വാസു കോമപ്പാസ്. ആ ബിൽഡിങ്ങിൽ 3ാമത്തെ ഫ്ലോറിലാണ്. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇത് പക്ക ഹോൾസെയിൽ ആണ്. അതുപോലെ തന്നെ B2B. ഇനി നമുക്ക് സമയം എത്ര മണി തൊട്ട് എത്ര മണി വരുന്നത്? നമ്മൾ രാവിലെ 9 മണി മുതൽ 7:30 വരെ അവൈലബിൾ ആണ്. അതുപോലെ സൺഡേ ഓപ്പൺ ആണ്. സൺഡേ നമ്മൾ 3 to 4 o'clock വരെയാണ്. ഈവനിങ് 3 മണി മുതൽ 4 മണി വരെ നമ്മൾ ഓപ്പൺ ആണ്. 1 മണിക്കൂറോളോ? 9 മണി മുതൽ രാവിലെ 9 മണി. 3 to 4 എന്ന് പറഞ്ഞപ്പോ ഞാൻ അത് വിചാരിച്ചത് എല്ലാ ദിവസവും ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഈ നമ്മളിപ്പോ എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. അപ്പൊ ഫെസ്റ്റിവൽ സമയത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ടല്ലോ. സ്ക്രീനിൽ നമ്പർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം. അപ്പൊ നമ്മൾ നിൽക്കുന്ന വൺ ഓഫ് ദി ബിഗസ്റ്റ്, സൗത്ത് ഇന്ത്യയിലത്തെ ഏറ്റവും ബിഗസ്റ്റ് ഷോപ്പിലാണ്. മണിയൻ വാസു കോമപ്പാസ് റെഡിമെയ്ഡ്സ് ആൻഡ് സാരീസിലാണ് കേട്ടോ ഇപ്പൊ നിൽക്കുന്നത്. 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഈ മൊത്തം കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കുന്നത്. അപ്പൊ എന്നും ബണ്ടൽ പുതിയത് പൊട്ടിക്കും, പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുക. അതുപോലെ ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈനും ഉണ്ട്. നേരിട്ട് വരാൻ പറ്റാത്തവർക്ക്, നിങ്ങൾ ദൂരത്തൊക്കെ ആണെങ്കിൽ അവർക്ക് വീഡിയോ കോളും ചെയ്യാമോ. വേൾഡ് വൈഡ് ഷിപ്പിംഗും അവൈലബിൾ ആണ്. ഇനി വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ഫെസിലിറ്റി അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോമപ്പാസിന്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.